وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയുടെ മദാരിജുസ് സാലിക്കീൻ എന്ന ഗ്രന്ഥത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ള അഅ്മാലുൽ ഖുലൂബ്, ഖൽബിൻ്റെ പ്രവർത്തനങ്ങൾ ക്രോഡീകരിച്ചിട്ടുള്ള കിതാബാണ് അൽ ഇക്സീർ എന്നുള്ളത്. അതിൻ്റെ വായനയിൽ കഴിഞ്ഞ ദർസിൽ സൂറത്തുൽ ഫാത്തിഹയുടെ മഹത്വവും അതിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിൻ്റെ ആശയത്തിൻ്റെ ആഴവും എല്ലാം നാം പരാമർശിച്ചു. നമുക്കറിയാം, മദാരിജുസ് സാലിക്കീൻ എന്നുള്ള കിതാബിൻ്റെ പേര് പോലെ തന്നെ അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ ഒരടിമ എത്തിച്ചേരുന്ന അല്ലെങ്കിൽ ഒരടിമ നേടിയെടുക്കേണ്ട വ്യത്യസ്ത തരത്തിലുള്ള മനാസിലുകൾ, സ്ഥാനങ്ങൾ, മഖാമുകൾ, പദവികൾ, ഇവയാണ് ഈ കിതാബിലൂടെ പരാമർശിക്കുന്നത്. അപ്പോൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈനെ പറ്റി പറഞ്ഞതിന് ശേഷം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ഇയ്യാക നഅ്ബുദു എന്ന ഇബാദത്തിൻ്റെ, അള്ളാഹുവിനെ ആരാധിക്കുക എന്ന മഖാമിൽ നിൽക്കുന്ന ആളുകൾ, ആ ഒരു നിയ്യത്തിൽ, ആ ഒരു ഉദ്ദേശത്തിലുള്ള ആളുകൾ, അവരേറ്റവും അഫ്ളലായ ഇബാദത്തിനെ മനസ്സിലാക്കുന്നതിൽ, അഥവാ അവർ ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും അഫ്ളലായത് ഏതാണ്, ശ്രേഷ്ഠമായത് ഏതാണ് എന്ന് പരിഗണിക്കുന്നതിൽ 4 രീതിയാണ്, 4 ഇനമാണ് എന്ന് പറഞ്ഞു. അതിലൊന്നാമത്തെ ആളുകൾ അവരേറ്റവും അഫ്ളലായ ഇബാദത്തായി കാണുന്നത് സ്വന്തം ഇച്ഛയ്ക്കെതിരാകുന്ന, നഫ്സിനെതിരാകുന്ന കാര്യങ്ങളാണ്, നഫ്സിനെ പിടിച്ചു നിർത്തുന്നതാണ്. അതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമെന്നും അതാണ് ഏറ്റവും അഫ്ളലായത് എന്നും മനസ്സിലാക്കുന്നവരാണ്. രണ്ടാമത്തെ കൂട്ടം ആളുകൾ ഭൗതിക വിരക്തി, സുഹദ്, ദുനിയാവിനോടുള്ള വിരക്തിയാണ് ഏറ്റവും അഫ്ളലായ ഇബാദത്ത് എന്ന് മനസ്സിലാക്കുന്നതാണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. മൂന്നാമത്തെ കൂട്ടർ ഏറ്റവും അഫ്ളലായ ഇബാദത്ത് മറ്റുള്ളവർക്ക് ഉപകാരം ലഭിക്കുന്ന കാര്യങ്ങൾ ചെയ്യലാണ്. കാരണം അത് മുതഅദ്ദിയായ നഫ്ഉള്ളതാണ്, അഥവാ മറ്റുള്ളവരിലേക്ക് നീണ്ടു കിടക്കുന്ന ഉപകാരമുള്ള കാര്യങ്ങളാണ് അവ. അതുകൊണ്ട് അതാണ് ഏറ്റവും അഫ്ളൽ എന്ന് മൂന്നാമത്തെ ഒരു വിഭാഗം. നാലാമത്തെ കൂട്ടം ആളുകൾ, അവരെ പറ്റിയാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർ മനസ്സിലാക്കുന്നത് ഇന്ന അഫ്ളലൽ ഇബാദത്തി അൽ അമലു അലാ മർളാത്തി റബ്ബി തആല ഫി കുല്ലി വഖ്തിൻ ബിമാ ഹുവ മുഖ്തദാ ദാലികൽ വഖ്തി വ വളീഫതുഹു. ഓരോ സമയത്തിനും യോജിച്ച, ആ സമയത്തിൽ, സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയെടുക്കാൻ സാധിക്കുന്ന കർമ്മം ഏതാണോ അതാണ് ഏറ്റവും അഫ്ളലായത്. അങ്ങനെ ഓരോ സമയത്തിനും ഒരു സമയത്ത് ഇന്ന കർമ്മം, അതാണ് അള്ളാഹുവിൻ്റെ തൃപ്തി നേടിയെടുക്കാൻ ഏറ്റവും യോജിച്ചത് എങ്കിൽ അതാണ് ആ സമയത്തെ അഫ്ളലായ ഇബാദത്ത്. അങ്ങനെ ഓരോ സന്ദർഭത്തിലും അവിടെ യോജിച്ച ഇബാദത്ത് നിർവഹിക്കുന്നവർ, അതാണ് ഏറ്റവും അഫ്ളലായത് എന്ന് മനസ്സിലാക്കുന്നവരാണ് നാലാമത്തെ ഇനം. അതിന് ചില ഉദാഹരണങ്ങളാണ് നാം പറഞ്ഞു നിർത്തിയത്. അതിൽ ചില ആളുകൾ ജിഹാദിൻ്റെ സമയത്ത് ജിഹാദാണ് ഏറ്റവും അഫ്ളലായത്. നിസ്കാരം, ഐച്ഛികമായ നിസ്കാരങ്ങൾ ഒഴിവാകുന്നുണ്ടെങ്കിലും നിർബന്ധമായ നിസ്കാരം തന്നെ അതിൻ്റെ പരിപൂർണതയിൽ നിർവഹിക്കാൻ പറ്റുന്നില്ല എങ്കിലും അവിടെ അഫ്ളൽ എന്താണ്? ജിഹാദാണ്. അതുപോലെ തന്നെ ഒരു അതിഥി വീട്ടിലേക്ക് വന്ന സമയത്ത് അവൻ്റെ ഐച്ഛികമായ അവൻ ചെയ്യുന്ന കർമ്മങ്ങളും അല്ലെങ്കിൽ അവൻ്റെ വിരുതുകളെക്കാളെല്ലാം അവൻ പ്രാധാന്യം കൊടുക്കേണ്ടത് ആ അതിഥിയെ സൽക്കരിക്കുന്നിടത്താണ്. അതുപോലെ ഒരു അറിവില്ലാത്ത ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട സന്ദർഭമാണ് വന്നിട്ടുള്ളതെങ്കിൽ എനിക്ക് എൻ്റെ ഖുർആൻ പാരായണം ചെയ്യേണ്ട സമയമാണ് അല്ലെങ്കിൽ എൻ്റെ ദിക്റിൻ്റെ സമയമാണ് എന്ന നിലക്ക് അത് ചെയ്യാതിരിക്കലില്ല. അവിടെ അഫ്ളൽ എന്താണ്? അയാൾക്ക് പഠിപ്പിച്ചു കൊടുക്കലാണ്. അതുപോലെ സഹറിൻ്റെ സമയത്ത്, അഥവാ രാത്രിയുടെ അവസാനത്തിൽ ഫജ്റിന് മുമ്പുള്ള സമയത്ത് ഏറ്റവും അഫ്ളലായത് വേറെ എന്തെങ്കിലും കാര്യം ചെയ്യലല്ല, ദുആ ചെയ്യലും ഇസ്തിഗ്ഫാർ ചെയ്യലും അതുപോലെയുള്ള കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അദാനിൻ്റെ, ബാങ്കിൻ്റെ ശേഷമുള്ള സമയത്ത് അവിടെ ഏറ്റവും അഫ്ളലായിട്ടുള്ളത് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഏറ്റവും അഫ്ളൽ മുഅദ്ദിന് ഇജാബത്ത് കൊടുക്കലാണ്, മറുപടി കൊടുക്കലാണ്. മറ്റുള്ള എന്തെങ്കിലും ദിക്റോ അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരാളാണ്, ബാങ്ക് കൊടുക്കുന്നത് കേട്ടു, അയാൾ അപ്പോൾ ചെയ്യേണ്ടത് എന്താണ്?
ഖുർആൻ പാരായണം നിർത്തി മുഅദ്ദിന് മറുപടി കൊടുക്കുക. അതാണ് അവിടെ ആ സമയത്ത് അഫ്ളലായിട്ടുള്ളത്. അതുപോലെ നിസ്കാര സമയത്ത്, നിർബന്ധ നിസ്കാര സമയത്ത് ആ നിസ്കാരം ഏറ്റവും പരിപൂർണമായ രീതിയിൽ മസ്ജിദിൽ ജമാഅത്തായിക്കൊണ്ട് നിർവഹിക്കലാണ് ആ സമയത്ത് അഫ്ളലായിട്ടുള്ളത്. അതുപോലെ മറ്റുള്ള ഒരാൾ, ഒരു മുസ്ലിമിന് ആവശ്യം വന്നിട്ടുണ്ട്, സഹായം ആവശ്യമാണ് എന്ന നിലക്ക് നിൽക്കുമ്പോൾ ആ സന്ദർഭത്തിൽ എനിക്ക് ഖുർആൻ ഓതാനുണ്ട്, എനിക്ക് സുന്നത്ത് നിസ്കരിക്കാനുണ്ട്, അതിനേക്കാൾ അഫ്ളൽ ആ സമയത്ത് ഏതാണ്? ആ മുസ്ലിമിനെ സഹായിക്കലാണ്. അപ്പോൾ ഓരോ സന്ദർഭത്തിലേ പറയാം. അതിനെ തുടർന്ന് അടുത്ത 1-2 സന്ദർഭങ്ങൾ കൂടിയും ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. ഇതുവരെയാണ് കഴിഞ്ഞ ദർസിൽ നാം പറഞ്ഞത്. ഇത് ഒന്നുകൂടി ആവർത്തിച്ചത് അതിന്റെ തുടർച്ച ലഭിക്കാൻ വേണ്ടിയിട്ടും കേൾക്കാത്ത ആളുകളുണ്ടെങ്കിൽ മനസ്സിലാക്കാനുമാണ്. അടുത്തത് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, വൽ അഫ്ദൽ ഫി വഖ്തി ഖിറാഅത്തിൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് ഏറ്റവും അഫ്ദലായിട്ടുള്ളത് എന്താണ്? ജംഇയ്യത്തുൽ ഖൽബി വൽ ഹിമ്മതു അലാ തദബ്ബുരിഹി വതഫഹുമിഹി, ഖൽബിനെ പൂർണ്ണമായി ഏകോപിച്ചുകൊണ്ട് ആ ഖുർആനിന്റെ ആശയത്തെ ചിന്തിക്കാനും ഉറ്റാലോചിക്കാനുമുള്ള ആ താല്പര്യവും നിശ്ചയവുമാണ് അവിടെ ഏറ്റവും അഫ്ദൽ. ഹത്താ കഅന്ന അല്ലാഹ യുഖാതിബുക ബിഹി, ഏതുപോലെയാകണം? ആ ഖുർആൻ കൊണ്ട് അള്ളാഹു നിന്നോട് സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ നിന്നോട് നേരിട്ട് അള്ളാഹു പറയുന്ന കാര്യങ്ങളാണിത് എന്ന നിലക്ക് നീ ചിന്തിക്കുന്നത് വരെ, അല്ലെങ്കിൽ മനസ്സിലാകുന്നത് വരെ ആ നിലക്കായിരിക്കണം നീ ഖുർആൻ പാരായണം ചെയ്യേണ്ടത്. ഫതജ്മഉ ഖൽബക അലാ ഫഹ്മിഹി വതദബ്ബുരിഹി, മറ്റുള്ള എല്ലാ ചിന്തകളിൽ നിന്നും ഒഴിവായി ആ ആയത്തിന്റെ ആശയത്തെ ചിന്തിക്കുന്നിടത്ത് നിന്റെ ഖൽബിനെ നീ ഏകോപിക്കണം. വൽ അസ്മി അലാ തൻഫീദി അവാമിരിഹി, അതുപോലെ തന്നെ ദൃഢനിശ്ചയമുണ്ടായിരിക്കണം ഖുർആനിലെ കൽപ്പനകൾ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതാവട്ടെ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുള്ളതാവട്ടെ അത് ജീവിതത്തിൽ പകർത്തണം, അത് നടപ്പിലാക്കണം എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയായിരിക്കണം. അഅ്ലമ മിൻ ജംഇയ്യത്തി ഖൽബി മൻ ജാഅഹു കിതാബുൻ മിനസ് സുൽത്താനി അലാ ദാലിക്, ഒരു ഭരണാധികാരി അല്ലെങ്കിൽ നിന്റെ മേലെ അധികാരമുള്ള ഒരു ഭരണാധികാരി എന്തെങ്കിലും ഒരു കാര്യം കൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് നിനക്കൊരു എഴുതുകയാണ്. അത് നീ വായിക്കുമ്പോൾ എത്ര ശ്രദ്ധ കൊടുക്കുമോ അതിനേക്കാൾ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം നീ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ, അതിനേക്കാൾ മഹത്വം നൽകിക്കൊണ്ടായിരിക്കണം നീ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ടത്. അപ്പോൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അവിടെ ഖൽബുണ്ടാവേണ്ടത് ആ നിലക്കാണ്. അവിടെ അതാണ് അഫ്ളൽ. വൽ അഫ്ളലു ഫി വഖ്തിൽ വുഖൂഫി ബിഅറഫ, അറഫയിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ, അഥവാ ദുൽഹിജ്ജ 9 ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ അവിടെ നിൽക്കുന്ന ആളുകൾ, അവിടെ അഫ്ളൽ എന്താണ്? അൽ ഇജ്തിഹാദു ഫി തദർറുഇ വദ്ദുആഇ വദ്ദിക്ർ, അള്ളാഹുവിൻ്റെ മുമ്പിൽ പരമാവധി താഴ്മ കാണിക്കാനും അള്ളാഹുവിനോട് ധാരാളം ദുആ ചെയ്യാനും ധാരാളം അള്ളാഹുവിനെ ദിക്ർ ചെയ്യലുമാണ് അവിടെ അഫ്ളൽ. ദൂന സ്വൗമിൽ മുദ്അഫ് അൻ ദാലിക്, അത് ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ ദുർബലത സംഭവിക്കുന്ന നോമ്പ് നോൽക്കുന്നതിനേക്കാൾ അഫ്ളൽ എന്താണ്? അവിടെ ഹാജിമാർ എന്ത് ചെയ്യണ്ട? നോമ്പ് നോൽക്കണ്ട. ബാക്കിയുള്ള ആളുകൾ നോമ്പ് നോൽക്കുമ്പോൾ, അപ്പോൾ അവിടെ നോമ്പ് നോൽക്കേണ്ട ആവശ്യമില്ല ദുൽഹിജ്ജ 9. കാരണം എന്താണ്? അവിടെ അഫ്ളൽ ഈ ദിക്റും ദുആവുമാണ്. അതിനെ തളർത്തുന്ന, അതിന് സാധിക്കാത്ത രീതിയിൽ ക്ഷീണം വരുത്തുന്ന നോമ്പിനേക്കാൾ അവിടെ അഫ്ളൽ അതാണ്. വൽ അഫ്ളലു ഫീ വഖ്തി മർളി അഖീകൽ മുസ്ലിം ഔ മൗതിഹി, മുസ്ലിമായ ഒരു സഹോദരന്റെ, നിന്റെ ഒരു സഹോദരന്റെ മരണമോ രോഗമോ, അവൻ രോഗം ബാധിക്കുകയോ അല്ലെങ്കിൽ മരണപ്പെടുകയോ ചെയ്താൽ അവിടെ അഫ്ളലായിട്ടുള്ളത് എന്താണ്? അദാഉ ഇയാദതുഹു വഹുദൂറു ജനാസതിഹി വതശീഉഹു, ആ രോഗിയായിട്ടുള്ള സഹോദരനെ സന്ദർശിക്കലാണ്. അതുപോലെ മയ്യത്തിനെ പിൻപറ്റലും അതിനെ പിന്തുടരലുമാണ്. വതഖദീമു ദാലിക അലാ ഖുൽവതിക വജംഇയ്യതിക, അത് നീ ഒറ്റയ്ക്ക് അള്ളാഹുവിനെ ആരാധിച്ചിരിക്കുന്നതിനേക്കാൾ ആ സമയങ്ങളിൽ നീ അഫ്ളലായി കാണേണ്ടത് ആ കാര്യമാണ്. അതായത് അള്ളാഹുവിനെ ആരാധിക്കുക എന്ന നിലയ്ക്ക് ഒരാൾ ഒറ്റയ്ക്ക് ഒഴിഞ്ഞിരുന്ന് ദിക്റിൽ മുഴുകുന്ന ഒരവസ്ഥ സമയമാണെന്ന് വിചാരിക്കുക. അപ്പോഴാണ് തൻ്റെ ഒരു സഹോദരൻ രോഗിയായി കിടക്കുന്നുണ്ട്, അല്ലെങ്കിൽ തൻ്റെ സഹോദരൻ മരണപ്പെട്ടിട്ടുണ്ട്, അവന് ജനാസയുണ്ട് എന്നറിയുമ്പോൾ അവിടെ ആ ഒഴിഞ്ഞിരിക്കുന്നതിനേക്കാൾ അഫ്ളലായിട്ടുള്ളത് ആ ജനാസയിൽ പങ്കെടുക്കലാണ്. വൽ അഫ്ളലു ഫീ വഖ്തി നുസൂലിൻ നവാസിൽ വഅദൻ നാസി ലക്, എന്തെങ്കിലും ദുരിതം ബാധിക്കുകയോ സംഭവിക്കുകയോ അല്ലെങ്കിൽ ജനങ്ങളുടെ ഉപദ്രവം നിനക്ക് ഉണ്ടാവുകയോ ചെയ്യുന്ന സന്ദർഭത്തിൽ അഫ്ളലായിട്ടുള്ളത് എന്താണ്? അദാഉ വാജിബി സ്വബ്രി മഅ ഖുൽതതിക ബിഹിം, നിർബന്ധമായ ക്ഷമ നീ കൈപിടിക്കുക. അവരോടൊപ്പം ഇടപഴകി ജീവിക്കുന്നതിനോടൊപ്പം തന്നെ ക്ഷമയോടുകൂടി ജീവിക്കുക. ദൂനൽ ഹറബി മിൻഹും, അവരിൽ നിന്ന് ഓടി അകലുന്നതിനേക്കാൾ അഫ്ളൽ അതാണ്.
فإن المؤمن الذي يخالط الناس ويصبر على أذاهم أفضل من الذي لا يخالطهم ولا يؤذونه. തൻ്റെ ഒപ്പമുള്ള ആളുകളെ തൊട്ട് അവരുമായിട്ട് ഇടപഴകുകയും അവരിൽ നിന്നുള്ള ഉപദ്രവത്തിൽ ക്ഷമിക്കുകയും ചെയ്യുന്നതാണ് അവരിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അവരുടെ ഉപദ്രവമൊന്നും ഏൽക്കാതെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നതിനേക്കാൾ അഫ്ളൽ എന്ന് പറയാം. എന്നിട്ട് പറയാണ് വൽ അഫ്ളൽ, അതിലേറ്റവും ഉത്തമമായത് ഖുൽതതുഹും ഫിൽ ഖൈർ, നന്മയായിട്ടുള്ള ഖൈറായിട്ടുള്ള കാര്യങ്ങളിൽ അവരോട് ഇടപഴകുക. ഫഹിയ ഖൈറും മിൻ ഇഅ്തിസാലിഹിം ഫീഹി, അവരിൽ നിന്ന് മാറി ഒറ്റക്ക് നിൽക്കുന്നതിനേക്കാൾ അഫ്ളൽ നന്മയിൽ അവരോടൊപ്പം ഒരുമിക്കലാണ്. വഉസ്ലതുഹും ഫിശ്ശർ, അതുപോലെ തന്നെ ഷർറിൽ നിന്ന് അവരിൽ നിന്ന് മാറി ഒറ്റക്കാവുകയും ചെയ്യുക. ഫഹുവ അഫ്ളലു മിൻ ഖുൽതതിഹിം ഫീഹി, അത് ഷർറായ കാര്യങ്ങളിൽ അവരോട് കൂടുന്നതിനേക്കാൾ ഉത്തമമായിട്ടുള്ളതാണ്. ഫഇൻ അലിമ അന്നഹു ഇദാ ഖാലതഹും അസാലഹു ഔ ഖല്ലലഹു ഫഹിയ ഖൈറുൻ മിൻ ഉസ്ലതിഹിം, ഇനി നിനക്ക് ബോധ്യമുണ്ട് അവർ ജനങ്ങൾ ഷർറിൽ അകപ്പെട്ടിട്ടുണ്ട്, നീ അവരോട് ഇടപഴകിയാൽ അവരോടൊപ്പം ഉണ്ടായാൽ ആ ഷർറിനെ ഒഴിവാക്കാൻ സാധിക്കും, അതല്ലെങ്കിൽ അതിനെ കുറക്കാൻ സാധിക്കുമെങ്കിൽ ആ സമയത്ത് നീ ഒറ്റക്കാവുന്നതിനേക്കാൾ അവരുമായി ഒപ്പം നിന്ന് അതിനെ ഒഴിവാക്കാൻ നിൽക്കുന്നതാണ് അഫ്ളലായിട്ടുള്ളത്. അപ്പൊ ചുരുക്കത്തിൽ ഇതിന്റെ ആശയം ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇതിന്റെ ആശയം എന്ന് പറഞ്ഞാൽ, നാലാമത്തെ ഇനം ആളുകൾ എന്ന് പറഞ്ഞാൽ ഓരോ സന്ദർഭത്തിലും അവിടെ ഏതാണോ അള്ളാഹുവിന്റെ തൃപ്തി നേടിത്തരുന്നത്, അള്ളാഹുലേക്ക് അടുക്കാൻ സാധിക്കുന്നത്, അതിനെ മനസ്സിലാക്കുകയും ആ സന്ദർഭത്തിൽ അത് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് ഏറ്റവും നാലാമത്തെ ഇനമായിട്ടുള്ളതും അവരാണ് ഏറ്റവും ഉത്തമമായി അള്ളാഹുവിനെ ആരാധിക്കുന്നവരും. പല ആളുകൾക്കും ഇത് അറിയില്ല. പല ആളുകളും അവർ ഒരു അഫ്ളലായ ഒരു അവസരം കിട്ടിയിട്ടും അവർ സ്ഥിരമായി ചെയ്യുന്ന മുസ്തഹബായ ഒരു കാര്യത്തിന് വേണ്ടി ആ അഫ്ളലായതിനെ ഒഴിവാക്കും. അവർ ചിന്തിക്കുന്നത് ഇതാണ് നല്ലത് എന്ന നിലക്കായിരിക്കും. അത് ആ ഇനത്തെ അല്ലെങ്കിൽ ഇതിനു മുമ്പ് പറഞ്ഞ ഇനങ്ങളിൽപ്പെട്ട ഒന്നുമായി മാത്രം ബന്ധപ്പെട്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളാണ്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം തുടർന്ന് പറയുകയാണ്, ഫലഫ്ളു ഫീ കുല്ലി വഖ്തിൻ വഹാലിൻ, എല്ലാ സന്ദർഭത്തിലും സാഹചര്യത്തിലും ഉത്തമമായിട്ടുള്ള കാര്യം ഇബാദത്തിൽ ഈസാറു മർളാത്തില്ലാഹി ഫീ ദാലിക്കൽ വഖ്തി വൽ ഹാൽ, ആ സമയത്തും ആ സന്ദർഭത്തിലും ആ സാഹചര്യത്തിലും അള്ളാഹുവിന്റെ തൃപ്തി നേടുക എന്നുള്ളതാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. വലിസ്തിഗാലു ബിവാജിബി ദാലിക്കൽ വഖ്തി വവദീഫതിഹി വമുഖ്തദാഹ്, ആ സമയത്ത് എന്താണോ അവൻ ചെയ്യേണ്ടത്, എന്താണോ അവന്റെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടത്, അവൻ നേടിയെടുക്കേണ്ടത്, അതിൽ മുഴുകുക വഴി ആ സമയത്തെ ഉപയോഗിക്കലാണ്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ മനോഹരമായ ചില വാക്കുകളിലൂടെ ഇങ്ങനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളുടെ പ്രത്യേകതയും അതല്ലാതെ തനിക്കിഷ്ടപ്പെട്ട ഒരു മേഖലയിൽ മാത്രം നിന്നുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്ന, അഥവാ ആദ്യം പറഞ്ഞ മൂന്നിനക്കാർ, അവർക്ക് ഇഷ്ടപ്പെട്ടതും അവർ നല്ലതായി കണ്ട കാര്യങ്ങളാണ് ഏറ്റവും അഫ്ളൽ എന്നിൽ ഒതുങ്ങി നിൽക്കുന്ന ആളുകളാണ്. ഇവർ തമ്മിലുള്ള വ്യത്യാസത്തെ പറയുന്നുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്, ഈ കിതാബിന്റെ പ്രത്യേകിച്ച് മദാരിജുസ് സാലിക്കീൻ എന്നുള്ള കിതാബിന്റെ പ്രത്യേകത ചിലപ്പോൾ ചില ആളുകൾക്ക് കേട്ടാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടായേക്കാം. ഒന്നുകൂടി കേൾക്കുക എന്നുള്ളതാണ് പരിഹാരം. രണ്ട്, അറബിയിൽ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഭാഷയിലാണ് ഇബ്നുൽ ഖയ്യിം ഇത് എഴുതിയിട്ടുള്ളത്. ഇബ്നുൽ ഖയ്യിമിന്റെ ഭാഷയുടെ പ്രത്യേകത അറബിയിൽ കഴിവുണ്ട് മാത്രമല്ല, എഴുതുന്ന കാര്യങ്ങൾ അത് വായിക്കുന്ന ഒരാളെ സ്വാഭാവികമായിട്ടും അള്ളാഹുലേക്ക് അടുപ്പിക്കും. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും വാക്കുകൾ വായിക്കുമ്പോൾ മനസ്സിലാകാവുന്ന ഒരു കാര്യമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് എത്രത്തോളം ശക്തി ഉണ്ട് ഒരാളുടെ ഖൽബിനെ അള്ളാഹുലേക്ക് അടുപ്പിക്കുന്നതിലെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു കാണാം. അപ്പൊ ഷെയ്ഖിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന്, എഴുതിയ ഇബ്നുൽ ഖയ്യിമിന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. അതുകൊണ്ട് എൻ്റെ അറിവിന്റെയും കഴിവിന്റെയും പരമാവധി ഇത് നല്ല രീതിയിൽ പറഞ്ഞു തരാൻ ശ്രമിക്കും. പക്ഷെ അറബിയുടെ പരിപൂർണത ഒരിക്കലും അത് വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. അത്രയും മനോഹരമായിട്ടാണ് ഇബ്നുൽ ഖയ്യിം ഈ വാചകങ്ങൾ എഴുതിയിട്ടുള്ളത്. വഹഉലാഇ ഹും അഹ്ലു തഅബ്ബുദിൽ മുത്ലഖ്, ഈ നാലാമത്തെ കൂട്ടം ആളുകൾ അഥവാ ഓരോ സമയത്തും അതിന് യോജിച്ച രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന, ആ സന്ദർഭത്തിന് യോജിച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, അവരാണ് അഹ്ലു തഅബ്ബുദിൽ മുത്ലഖ്, നിരുപാധികം ഇബാദത്തിന്റെ ആളുകൾ എന്ന് പറയുന്നത്. അഥവാ ഇയ്യാക നഅ്ബുദു എന്ന മഖാം, അതിന്റെ വ്യത്യസ്ത ദർജകളാണ് ഈ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോ അതിന്റെ തുടക്കമായിക്കൊണ്ട് പറയാണ്, ആ മഖാമിലുള്ള ആളുകൾ ഇങ്ങനെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളാണ് നിരുപാധികം ഇബാദത്തിന്റെ ആളുകൾ. വൽ അസ്നാഫ് ഖബ്ലഹും, ഇവർക്ക് മുമ്പ് പറഞ്ഞ മൂന്നിനങ്ങൾ
ആ കൂട്ടർ അഹ്ലു തഅബ്ബുദിൽ മുഖയ്യദ്, ചില നിബന്ധനയുടെ മേലെയുള്ള ചില പ്രത്യേകമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുമുണ്ട് അള്ളാഹുവിനെ ആരാധിക്കുന്ന ആളുകളാണ്, അങ്ങനെയുള്ള ആരാധനയുടെ ആളുകളാണ്. فمتى خرج أحدهم عن الفرع الذي تعلق به من العبادة, ഈ നേരത്തെ പറഞ്ഞ ആളുകൾ അവർക്ക് പ്രിയപ്പെട്ട ഇബാദത്ത് ഉണ്ടല്ലോ, ഒരാൾക്ക് സുഹദാണെങ്കിൽ അത്, അല്ലെങ്കിൽ വേറെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യലാണെങ്കിൽ അത്, അതിൽ നിന്ന് അവർ ഒഴിവായി കഴിഞ്ഞാൽ വഫാറഖഹു യറാ നഫ്സഹു കഅന്നഹു ഖദ് നഖസ വതറക ഇബാദതഹു, അവർ അതിൽ നിന്ന് അത് ചെയ്യാനുള്ള ഒരു അവസരം അവർക്കില്ല, അതിൽ നിന്ന് അവർ മാറിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ഇബാദത്തിന് അവസരം അവിടെ ഉണ്ട് എങ്കിലും അവരത് കുറഞ്ഞൊരു ഇബാദത്താണ്, അത് ചെറുതാണ്, ഞാൻ അതിലും വലുതാണ് ഇവിടെ ചെയ്യുന്നത്, കാരണം അയാൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ അത് ചെറിയ ഒന്നാണ് എന്ന നിലക്ക് അത് ചെയ്യാതെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയാണ് ഉണ്ടാവുക എന്ന് പറയാം. എന്നിട്ട് പറയാണ് ഫഹുവ യഅ്ബുദുല്ലാഹ അലാ വജ്ഹിൻ വാഹിദിൻ, അക്കൂട്ടർ അള്ളാഹുവിനെ ഒരു രീതിയിൽ മാത്രമേ, ഒരു വജ്ഹിൽ മാത്രമേ ആരാധിക്കുന്നുള്ളൂ. വസാഹിബു തഅബ്ബുദിൽ മുത്ലഖ്, എന്നാൽ നിരുപാധികം ആരാധനയുടെ തഅബ്ബുദിന്റെ ആളുകളായിട്ടുള്ള നാലാമത് പറഞ്ഞ ഇനത്തിലുള്ള ആളുകൾ ലൈസ ലഹു ഗറദുൻ ഫീ തഅബ്ബുദിൻ ബിഐനിഹി യുസിറുഹു അലാ ഗൈരിഹി, അവർക്ക് യാതൊരു ആവശ്യവുമില്ല, യാതൊരു പ്രത്യേകമായ നിബന്ധനയോ ആവശ്യവുമില്ല ഒന്നിനേക്കാൾ മറ്റൊന്നിന് പ്രാധാന്യം കൊടുക്കേണ്ട, അല്ലെങ്കിൽ ഒന്നിന്റെ ആളുകളുമായി മാത്രം ഇരിക്കേണ്ട ഒരു ആവശ്യകത അവർക്കുണ്ടാകുന്നില്ല. ബൽ ഗറദുഹു തതബ്ബുഉ മർളാത്തില്ലാഹി തആല ഐന കാനത്, അവരുടെ ആവശ്യം, അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്താ, എവിടെയാണെങ്കിലും ഏത് സാഹചര്യത്തിലാണെങ്കിലും ഏത് സന്ദർഭത്തിലാണെങ്കിലും അവർക്ക് അള്ളാഹുവിനെ തൃപ്തി നേടുക, അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ സാധിക്കുക, അതാണ് അവർക്ക് അവർ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. ഇപ്പൊ മദാർ തഅബ്ബുദിഹി അലൈഹ, അതുകൊണ്ട് തന്നെ അവരുടെ ആരാധന, അള്ളാഹുവിനോടുള്ള ആരാധന ചുറ്റി നിൽക്കുന്നത് ഈ ഒരു അടിസ്ഥാനത്തിന്റെ മേലെയാണ്. അഥവാ സന്ദർഭം എന്താണോ സാഹചര്യം എന്താണോ അവിടെ അള്ളാഹുവിന്റെ തൃപ്തി നേടുക എന്നുള്ളതിലാണ്. فهو لا يزال متنقلا في منازل العبودية, അവരെപ്പോഴും ഉബൂദിയത്തിന്റെ മഞ്ചിലകളിൽ, സ്ഥാനങ്ങളിൽ മാറി മാറിക്കൊണ്ടിരിക്കും. ഒരു സ്ഥലത്ത് ക്ഷമയുടെ ബാബിലാണെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ശുക്റിന്റെ ആളുകളായിരിക്കും, മറ്റൊരു സമയത്ത് വേറെ എന്തെങ്കിലും നന്മ ചെയ്യുന്ന ആളുകളാണെങ്കിൽ മറ്റൊരു സമയത്ത് വേറെ ഇബാദത്തിന്റെ, അവരാ മനാസിലുകൾ മാറി മാറിക്കൊണ്ടിരിക്കും. കുല്ലമാ റുഫിഅത് ലഹു മൻസിലത്തുൻ അമില അലാ സൈരിഹി ഇലൈഹ, അങ്ങനെ എപ്പോഴൊക്കെ അവരുടെ അടുക്കൽ ഒരു സ്ഥാനമെത്തി അവരതിനനുസരിച്ച് കർമ്മം ചെയ്യുന്നു അള്ളാഹുലേക്കുള്ള യാത്രയിൽ, വഷ്തഗല ബിഹാ ഹത്താ തലൂഹ ലഹു മൻസിലത്തുൻ ഉഖ്റ, അവരതിൽ മുഴുകും. അങ്ങനെ കുറച്ചു കഴിഞ്ഞാൽ മറ്റൊരു മൻസിലത്ത് അവർക്ക് വെളിവാകും, പ്രത്യക്ഷപ്പെടും, അവരുടെ മുമ്പിൽ കാണും, അവർ ആ മൻസിലത്തിലേക്ക് പോകും. അങ്ങനെ ഓരോ തരത്തിൽ ഇബാദത്തിലായിക്കൊണ്ട് മാറി മാറി നിൽക്കുന്ന ആളുകൾ. ഫഹാദാ ദഅ്ബുഹു ഫിസ്സൈരി ഹത്താ യൻതഹിയ സൈറുഹു, അവരുടെ ഈ യാത്ര, അള്ളാഹുവിലേക്കുള്ള യാത്ര അവസാനത്തിൽ എത്തിച്ചേരുന്നത് വരെ അവരുടെ ശീലം അങ്ങനെയായിരിക്കും, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറി മാറി, അഥവാ ഓരോ സന്ദർഭത്തിൽ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഫഇൻ റഅയ്തൽ ഉലമാഅ റഅയ്തഹു മഅഹും, നീ പണ്ഡിതന്മാരെ കാണുകയാണെങ്കിൽ അങ്ങനെയുള്ള അടിമയെ നീ പണ്ഡിതന്മാരോടൊപ്പം കാണും. വഇൻ റഅയ്തൽ ഉബ്ബാദ റഅയ്തഹു മഅഹും, നീ ഇബാദത്തിൽ മുഴുകിയ ആളുകളെയാണ് കാണുന്നത് എങ്കിൽ അവരോടൊപ്പവും അവനുണ്ടാകും. വഇൻ റഅയ്തൽ മുജാഹിദീന റഅയ്തഹു മഅഹും, അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ആളുകളോടൊപ്പമാണ്, ആളുകളെയാണ് നീ കാണുന്നതെങ്കിൽ അവരോടൊപ്പവും അവനുണ്ടാകും. വഇൻ റഅയ്തൽ ദാകിരീന റഅയ്തഹു മഅഹും, നീ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന ആളുകളെ കാണുകയാണെങ്കിൽ അവരോടൊപ്പവും അവനുണ്ടാകും. വഇൻ റഅയ്തൽ മുതസദ്ദിഖീന അൽ മുഹ്സിനീന റഅയ്തഹു മഅഹും, ആളുകൾക്ക് നന്മ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്ന ആളുകളെ നീ കാണുകയാണെങ്കിൽ അവരോടൊപ്പം അവനുണ്ടാകും. അതായത് ഓരോ ഇബാദത്തിന്റെ സന്ദർഭത്തിലും അതനുസരിച്ച് രീതിയിൽ ഇബാദത്ത് ചെയ്യുന്ന ആളുകളായിരിക്കും അവർ. ഫഹാദാ ഹുവൽ അബ്ദുൽ മുത്ലഖ്, അങ്ങനെയുള്ള ഒരു അടിമയാണ് നിരുപാധികം അള്ളാഹുവിനെ ആരാധിക്കുന്ന ആളുകൾ. അള്ളാഹുവിനെ ആരാധിക്കുന്ന ആളുകൾ ചിലപ്പോൾ നമുക്ക് സംശയം തോന്നും, ഇങ്ങനെ ഒരാൾക്ക് സാധിക്കുമോ, ഇങ്ങനെ ഒരാൾക്ക് ചെയ്യാൻ സാധിക്കുമോ? പല സലഫുകളുടെയും ചരിത്രം വായിച്ചാൽ നമുക്കത് മനസ്സിലാവും, ഇങ്ങനെ ചില ആളുകളോട് ജീവിച്ചു പോയിട്ടുണ്ട് എന്നത്. പ്രത്യേകിച്ചും ഇബ്നു മുബാറക് റഹിമഹുല്ലാ, അദ്ദേഹം ജിഹാദിന്റെ സമയത്ത് ജിഹാദിന്റെ മുൻനിരയിലുണ്ടാകും, മുഖത്ത് മനസ്സിലാകാതിരിക്കാൻ പ്രത്യേകം ഒരു മറയിട്ടിട്ടോ അല്ലെങ്കിൽ അടയാളപ്പെടുത്തിയിട്ടോ. അതുപോലെ തന്നെ സ്വതക്ക നിർവഹിക്കുന്നിടത്ത്, ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നിടത്ത് ആരും അറിയാതെ രഹസ്യമായിക്കൊണ്ട്, അല്ലെങ്കിൽ നൽകുമ്പോൾ മറ്റൊരാളോടും ഞാനാണ് നൽകിയത് എന്ന് അറിയിക്കാതെ സ്വതക്ക നൽകുന്നിടത്തുണ്ടാവും.
ഇൽമു പഠിപ്പിക്കുന്നിടത്ത് ഇൽമു പഠിപ്പിക്കുന്ന സന്ദർഭങ്ങളിൽ അവിടെ ദീന് പഠിപ്പിക്കാൻ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവിടെ ഉണ്ടാകും. അങ്ങനെ എല്ലാ മേഖലയിലും കണ്ടിട്ടുള്ള, ഇനി അദ്ദേഹം നല്ല സമ്പന്നനുമായിരുന്നു, കച്ചവടവും മറ്റുമായിട്ടുള്ള സമ്പന്നവുമായിരുന്നു, എല്ലാ മേഖലയിലും കണ്ടിരുന്ന ആളുകൾ. അതുപോലെ ഇബാദത്തിന്റെ ഓരോ മേഖലയിലും അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത സലഫുകൾ ധാരാളം നമുക്ക് കാണാം. അപ്പോൾ പറഞ്ഞു ഫഹാദാഹു അൽ അബ്ദുൽ മുത്ലഖ്, അവനാണ് നിരുപാധികം അള്ളാഹുവിനെ ആരാധിക്കുന്ന യഥാർത്ഥ അടിമ. അല്ലദീ ലം തംലിക്ഹു അർ-റുസൂം, അവന്റെ മേലെ യാതൊരു അതിർവരമ്പുകളുമില്ല. വലം തുഖയ്യിദ്ഹുൽ ഖുയൂദ്, ഒരു ചങ്ങലക്കെട്ടുകളും അവനെ ബന്ധിപ്പിച്ചിട്ടില്ല. വലം യകുൻ അമലുഹു അലാ മുറാദി നഫ്സിഹി, അവന്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടല്ല അള്ളാഹിനെ ആരാധിക്കുന്നത്, അവന് ഉദ്ദേശിക്കുന്ന അനുസരിച്ചിട്ടല്ല. വമാ ഫീഹി ലസ്സതുഹാ വറാഹതുഹാ മിനൽ ഇബാദാത്ത്, ആരാധനകളിലുള്ള അവൻ ചിലപ്പോ നിസ്കരിക്കുമ്പോൾ മാത്രം അവന് ഇത് കിട്ടുന്നുണ്ടാവും, അല്ലെങ്കിൽ ദാനധർമ്മം ചെയ്യുമ്പോൾ മാത്രം കിട്ടുന്നുണ്ടാവും. അങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ അവന് കിട്ടുന്ന ലസ്സത്തിനെയോ റാഹത്തിനെയോ പരിഗണിച്ചുകൊണ്ടേയല്ല അവൻ അള്ളാഹുവിനെ ആരാധിക്കുന്നത്. ബൽ അലാ മുറാദി റബ്ബിഹി, അവന്റെ റബ്ബ് എന്താണോ ആഗ്രഹിക്കുന്നത്, ഉദ്ദേശിക്കുന്നത്, അതനുസരിച്ചിട്ടായിരിക്കും അവൻ അള്ളാഹുവിനെ ആരാധിക്കുക. വലൗ കാനത് റാഹത്തു നഫ്സിഹി വലദ്ദതുഹാ ഫീ സവാ, അവന്റെ ലദ്ദത്തും അവന്റെ റാഹത്തും ഒക്കെ രണ്ടിലും ഒരുപോലെയാണെങ്കിലും അള്ളാഹുവിന്റെ തൃപ്തി ഏറ്റവും നേടാൻ ഏതാണോ അതായിരിക്കും അവൻ ചെയ്യുക. അല്ലാതെ അവന് എനിക്ക് ഖുർആനോത്താണ് ഏറ്റവും ഇഷ്ടം, അല്ലെങ്കിൽ എനിക്ക് നിസ്കാരമാണ് ഏറ്റവും ഇഷ്ടം, എനിക്ക് നോമ്പാണ് ഏറ്റവും ഇഷ്ടം, അങ്ങനെയാകില്ല. അവൻ എവിടെയാണോ അള്ളാഹുവിന്റെ തൃപ്തി നേടിയെടുക്കാൻ സാധിക്കുക ആ സന്ദർഭത്തിൽ അതായിരിക്കും അവൻ ചെയ്യുക. ഫഹാദാ അൽ മുതഹഖിഖ് ബിഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഹഖ്ഖൻ, ഇങ്ങനെയുള്ള ഒരു അടിമയാണ് യഥാർത്ഥ രൂപത്തിൽ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്നുള്ള സാക്ഷാത്കരിക്കുന്നവൻ എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാം. എന്നിട്ട് പറയാണ് അൽ ഖായിമു ബിഹിമാ സിദ്ഖൻ, ഈ രണ്ട് കലിമത്തുകളെ ഇവിടെ നമ്മൾ ആലോചിക്കണം. കഴിഞ്ഞ ദർസുകളിൽ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈന്റെ ഫضലും സ്ഥാനവും പറഞ്ഞത് ആലോചിക്കണം, എന്നിട്ട് വേണം ഇത് മനസ്സിലാക്കാൻ. അങ്ങനെയുള്ള ഈ രണ്ടെണ്ണത്തിനെ സത്യസന്ധമായി നിലനിർത്തുന്നവൻ അവനാണ്. മൽബസുഹു മാ തഹയ്യ, അവന്റെ വസ്ത്രം എന്ന് പറഞ്ഞാൽ അവൻ എളുപ്പത്തിൽ എന്താണോ കിട്ടുന്നത് അതായിരിക്കും അവന്റെ വസ്ത്രം. വമഅ്കലുഹു മാ തയസ്സറ, അവന്റെ ഭക്ഷണം എന്നുള്ളത് അവന് എളുപ്പത്തിൽ ലഭിക്കുന്ന എന്താണോ, നിസാരമായത് എന്താണോ അതായിരിക്കും അവന്റെ ഭക്ഷണം. വഷ്തിഗാലുഹു ബിമാ ഉമിറ ബിഹി ഫീ കുല്ലി വഖ്തിൻ ബിവഖ്തിഹി, അവൻ മുഴുകുന്നത് ഓരോ സമയത്തിലും എന്തിലാണോ മുഴുകേണ്ടത്, ആ സമയത്ത് എന്തിലാണോ മുഴുകേണ്ടത് അതിൽ മുഴുകുക എന്നായിരിക്കും അവന്റെ ജീവിതം. വമജ്ലിസുഹു ഹൈസുൻതഹാ വവജദഹു ഖാലിയൻ, അവന്റെ സ്ഥാനം എന്നുള്ളത് പ്രത്യേക പദവിയോ സ്ഥാനമോ ഒന്നും വേണ്ടി വരില്ല. ഒരു സദസ്സിൽ എവിടെയാണോ ഒഴിവായിട്ടുള്ളത്, ഒഴിവായി കാണുന്നത്, അവൻ അവിടെ ഇരിക്കും, അതായിരിക്കും അവന്റെ സ്ഥാനം. ലാ തംലികുഹു ഇശാറത്തുൻ, ഒരാളുടെയും നിയന്ത്രണം അവന്റെ മേലെയില്ല. വലാ യുഖയ്യിദുഹു ഖൈദുൻ, ഒരു ചങ്ങലക്കെട്ടുകളും അവന്റെ മേലെയില്ല. വലാ യസ്തൗലി അലൈഹി റസ്മുൻ, ഒരു അതിർവരമ്പുകൾക്കും അവന്റെ മേലെ സ്ഥാനമില്ല. ഹുർറുൻ മുജറദുൻ, എപ്പോഴും സ്വതന്ത്രനായിട്ടുള്ളവനാണവൻ, എപ്പോഴും സ്വതന്ത്രനായിട്ടുള്ളവനാണവൻ. അതായത് ഒരടിമ എത്രത്തോളം അള്ളാഹുവിനെ ആരാധിക്കുന്നുവോ, അല്ലെങ്കിൽ എത്രത്തോളം അള്ളാഹുവിന് പരിപൂർണമായ അബ്ദാകുന്നുവോ അത്രത്തോളം അവൻ സ്വതന്ത്രനായിരിക്കും. എത്രത്തോളം അവൻ മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നുവോ അത്രത്തോളം അവൻ ചങ്ങലക്കെട്ടുകളിലായിക്കൊണ്ടേയിരിക്കും. ഉദാഹരണത്തിന്, ഒരാൾ ചില ഇച്ഛകൾക്ക്, പാപങ്ങൾക്ക് വഴിപ്പെട്ടു പോകുന്നവനാണ് എങ്കിൽ അവൻ എന്തല്ല, അവൻ സ്വതന്ത്രനല്ല, അവൻ അതിന്റെ ചങ്ങലക്കെട്ടിലാണ്. അല്ലെങ്കിൽ ഒരാൾ സമ്പത്തിനോടുള്ള ഇഷ്ടം കാരണത്താൽ അതിന് മുഴുകിയവനാണെങ്കിൽ അവൻ സ്വതന്ത്രനല്ല, അവൻ അതിന്റെ പേരിൽ ഒരു ബന്ധനം അവൻ എപ്പോഴും നേരിടേണ്ടി വരും. അല്ലെങ്കിൽ മറ്റെന്തിനോടെങ്കിലും അവന്റെ ഭാര്യയോടോ മക്കളോടോ എല്ലാം അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിന് പുറമെ ആ പറഞ്ഞ രീതിയിൽ അപ്പുറത്തേക്കാണെങ്കിൽ അതുമായി ബന്ധനസ്ഥനായിരിക്കും അവൻ. യഥാർത്ഥ അടിമയാകും തോറും അവൻ എന്തായിരിക്കും, സ്വതന്ത്രനായിട്ടുള്ള ആളായി തീരും. എന്നിട്ട് പറയുകയാണ് ദാഇറുൻ മഅൽ അംരി ഹൈസു ദാറ, എന്താണോ അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ അതിനനുസരിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് പോകും. യദീനു ബിദീനിൽ ആമിരി അന്നാ തവജ്ജഹത് റകാഇബുഹു, ഈ വാക്കുകളൊന്നും മലയാളത്തിൽ പറയേണ്ടത് എങ്ങനെയാന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എനിക്ക് സാധിക്കുന്നതിൽ ഏറ്റവും മാക്സിമമാണ് ഈ വാക്കുകൾ മലയാളത്തിൽ പരിഭാഷപ്പെടുത്തുന്നത്. ഉറപ്പായിട്ടും അതിന്റെ പരിപൂർണമായിട്ടുള്ള രീതിയല്ല. യദീനു ബിദീനിൽ ആമിരി അന്നാ തവജ്ജഹത് റകാഇബുഹു, കൽപ്പിക്കുന്നവന്റെ അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമവ്യവസ്ഥകൾ
അത് എങ്ങോട്ടാണോ നയിക്കുന്നത്, അതിന്റെ പടയാളികൾ അഥവാ ഉദ്ദേശം, ആ നിയമങ്ങൾ എങ്ങോട്ടാണോ അവനെ നയിക്കുന്നത് അതനുസരിച്ച് അവൻ മുന്നോട്ട് പോകും, അഥവാ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട്. വയദൂറു മഅഹു ഹൈസു ഇസ്തഖല്ലത് മദാരിബുഹു, അതിന്റെ കൂടാരങ്ങൾ എവിടെയാണോ സ്ഥാപിച്ചിട്ടുള്ളത് അതിനു ചുറ്റുമായി അവനുണ്ടാകും, അഥവാ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചായിരിക്കും അവന്റെ ജീവിതം മുഴുവൻ ഉണ്ടാവുക. യഅ്നസു ബിഹി കുല്ലു മുഹിഖിൻ, എല്ലാ സത്യസന്ധന്മാരും ഈ ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ സാക്ഷാത്കരിക്കുന്നവരും അവനെ കാണുമ്പോൾ അവനോടൊരു അടുപ്പം തോന്നും, അവനുമായിട്ട് ഒരടുപ്പം തോന്നും. വയസ്തൗഹിഷു മിൻഹു കുല്ലു മുബ്തിലിൻ, എല്ലാ ബാത്തിലിന്റെ ആളുകൾക്കും അവനെ കാണുമ്പോൾ എന്തൊരു അകൽച്ച തോന്നും, അവനിൽ നിന്ന് ഒരു ഏകാന്തത, ഒരു ഒറ്റപ്പെടൽ, അവനേറ്റ് അടുക്കാൻ അവർക്ക് സാധിക്കില്ല, ഒരു അകൽച്ച അവർക്ക് അനുഭവപ്പെടും. കൽ ഗൈഫി ഹൈസു വഖഅ നഫഅ, ഒരു മഴ പോലെ, ആളുകൾക്ക് മഴയിറങ്ങി അതിൽ നിന്ന് ഉപകാരം ലഭിക്കുന്ന ഒരു മഴ പോലെയാണ് അവൻ. വകന്നഖലതി ലാ യസ്ഖുതു വറഖുഹാ, ഇല പൊഴിക്കാത്ത ഈന്തപ്പന മരം പോലെയാണ് അവൻ. വകുല്ലുഹാ മൻഫഅതുൻ ഹത്താ ശൗകുഹാ, ആ ഈന്തപ്പന തടിയുടെ എല്ലാം ഉപകാരമുള്ളതാണ്, അതിന്റെ മുള്ളു പോലും. ഈന്തപ്പന മരവുമായിട്ട് മുഅ്മിനിനെ അല്ലാഹു തആല ഖുർആനിൽ തന്നെ ഉപമിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ആശയമാണ് ഇവിടെ പറയുന്നത്, അതിന്റെ മുള്ളു പോലും. വഹുവ മൗദിഉൽ ഗിൽബതി മിൻഹു അലൽ മുഖാലിഫീന ലിഅംരില്ലാഹ്, ആ ഈന്തപ്പന മരത്തിന്റെ മുള്ളു പോലെ ഇവന്റെ ഭാഗത്ത് രൂക്ഷമായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനകളോട് എതിരാകുന്നവരോടുള്ള അവന്റെ അമർഷമാണ്. വൽഗളബി ഇദൻ തുഹിക്കത് മഹാരിമുല്ലാഹ്, അള്ളാഹുവിന്റെ അതിർവരമ്പുകൾ ലംഘിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന കോപമാണത്. അഥവാ ഈ ആൾക്ക് എപ്പോഴും സാധു ഒതുങ്ങിയിരിക്കുന്നതെന്നല്ല അതിന്റെ അർത്ഥം, ആ പറഞ്ഞതിന്റെ ആശയം. അവനും പരിശുദ്ധതയുണ്ട്, കോപമുണ്ട്, അരിശമുണ്ട്. എന്തിന്റെ മേലെ? അള്ളാഹുവിനോട് എതിരാകുന്ന ആളുകളുടെ മേലെ. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അതിർവരമ്പുകൾ, നിയമവ്യവസ്ഥകൾ ലംഘിക്കപ്പെടുമ്പോൾ ഈന്തപ്പന മരത്തിന് മുള്ളുള്ളത് പോലെ ഇവനും അമർഷവും കോപവും എല്ലാം ഉണ്ട്. എന്നിട്ട് പറയുകയാണ് ഫഹുവ ലില്ലാഹ്, അവൻ അള്ളാഹുവിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. വബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടാണ്, അള്ളാഹുവിന്റെ സഹായം കൊണ്ടാണ് അവൻ ജീവിക്കുന്നത്. വമഅല്ലാഹ്, അള്ളാഹുവിനോടൊപ്പമാണ് അവന്റെ ജീവിതം. അവന്റെ വാക്കും അവന്റെ പ്രവർത്തനവും അവന്റെ ചലനവും അവന്റെ നിശബ്ദതയും എല്ലാം അള്ളാഹുവിന് വേണ്ടിയായിരിക്കും. ഖദ് സഹിബല്ലാഹ് ബിലാ ഖൽഖിൻ, അവൻ അള്ളാഹുമായിട്ട് അടുക്കുന്നത് സൃഷ്ടികളെ ഒന്നും പരിഗണിക്കാതെയാണ്. അവനും അള്ളാഹു മാത്രമായിട്ടുള്ള അടുപ്പം അവനുണ്ടാകും. വസഹിബന്നാസ് ബിലാ നഫ്സിൻ, ഇനി ജനങ്ങളുമായിട്ട് ഇടപഴകുമ്പോൾ സ്വന്തം മനസ്സിനെ അവരിലേക്ക് വിട്ടുകൊടുക്കാതെ ശരീരം കൊണ്ട് മാത്രമേ ജനങ്ങളുമായിട്ട് അവൻ ഇടപഴകുകയുള്ളൂ. ബൽ ഇദാ കാന മഅല്ലാഹ് അസലൽ ഖലായിഖ് വതഖല്ല അൻഹും, അതായത് അവൻ അള്ളാഹുവിന്റെ ദിക്റിലും അള്ളാഹുവിനോടൊപ്പവുമാകുന്ന സന്ദർഭത്തിൽ അവൻ സൃഷ്ടികളിൽ നിന്ന് ഒഴിവായിരിക്കും. സൃഷ്ടികളെ കുറിച്ചുള്ള ചിന്ത അവൻ അലട്ടുകയില്ല, അവനും അള്ളാഹു മാത്രമായിരിക്കും. വഇദാ കാന മഅ ഖൽഖിഹി അസല നഫ്സഹു വതഖല്ല അൻഹാ, സൃഷ്ടികളോടൊപ്പമാണെങ്കിൽ അവന്റെ മനസ്സിനെ അവർക്ക് വിട്ടുകൊടുക്കൂല, മനസ്സിനെ അവരിന്ന് ഒഴിവാക്കും. ഭൗതികമായിട്ടുള്ള ഇടപഴകലുകൾ മാത്രമേ അവരോടൊപ്പം ഉണ്ടാവുകയുള്ളൂ. ഇബ്നു ഖയ്യിം പറയുകയാണ് ഫവാഹൻ ലഹു, എന്തൊരു അത്ഭുതമാണ് അവന്റെ അവസ്ഥ. മാ ഗറബഹു ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ അവൻ എന്തൊരു അപരിചിതനാണ്. വമാ അശദ്ദ വഹ്ശതഹു മിൻഹും, ആ ജനങ്ങളിൽ നിന്ന് അവന്റെ ഏകാന്തത അല്ലെങ്കിൽ അവനിൽ വ്യത്യാസപ്പെടുന്നത് എത്ര അധികമാണ്. വമാ അഅ്ബമ ഉൻസഹു ബില്ലാഹ് വഫർഹഹു ബിഹി, അവൻ അള്ളാഹുമായിട്ടുള്ള അടുപ്പവും അള്ളാഹുവിനെ കൊണ്ട് അവന് ലഭിക്കുന്ന സന്തോഷവും എത്ര മഹത്തരമാണ്. വതുമഅനീനതുഹു ബിഹി, അള്ളാഹുവിനെ കൊണ്ട് അവന് ലഭിക്കുന്ന സമാധാനം. വസുകൂനഹു ഇലൈഹി, ആ ശാന്തത. വല്ലാഹുൽ മുസ്തആൻ വഅലൈഹി തുഖ്ലാൻ, അള്ളാഹുവാണ് സഹായം ചോദിക്കപ്പെടുന്നവൻ, അവനാണ് ബരമേൽപ്പിക്കപ്പെടുന്നത്, അവന്റെ മേലാണ് ബരമേൽപ്പിക്കുന്നതും എന്ന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയാം. അപ്പോൾ ഇതൊരു യഥാർത്ഥ അടിമയുടെ അല്ലെങ്കിൽ അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ അള്ളാഹുലേക്ക് മുന്നിടുന്ന അല്ലെങ്കിൽ ഈ ഉബൂദിയത്തിനെ സാക്ഷാത്കരിക്കുന്ന അടിമ അവന്റെ ജീവിതത്തിൽ എത്തിച്ചേരുന്ന ഒരവസ്ഥയെ പറ്റി ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാം. പറഞ്ഞു ഈ കിതാബ് എപ്പോഴും അതിനെക്കുറിച്ച് ധാരണമാണ്. ഓരോ മക്കാമുകൾ പറയുമ്പോഴും അള്ളാഹുലേക്ക് എത്തുമ്പോൾ അള്ളാഹുലേക്ക് അടുക്കുന്ന ഒരടിമ അവൻ അനുഭവിക്കേണ്ട, അവൻ ആസ്വദിക്കേണ്ട ഈമാനിന്റെ മാധുര്യമുണ്ട് അല്ലെങ്കിൽ ആസ്വാദനമുണ്ട്. പക്ഷേ അത് ഒരു പക്ഷെ നമ്മൾ പലരും അതിനെക്കുറിച്ച് ആലോചിക്കുന്നതെന്നല്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. നമ്മൾ പലപ്പോഴും തഅബ്ബുദുൽ മുഖയ്യദിൽ കൂടെയും കിടക്കുകയാണ്. അള്ളാഹു കൽപ്പിച്ചു, ഞാനത് ചെയ്തു, അവിടെ കഴിഞ്ഞു.
അതല്ലാതെ അതിനപ്പുറത്തേക്ക് അള്ളാഹുമായിട്ട് എനിക്കൊരു അടുപ്പം വേണം, അള്ളാഹുവിനോടുള്ള ഹബ്ബ്, അതുപോലെ തന്നെ ഖൗഫ്, റജാ, അത് യഥാർത്ഥ രൂപത്തിൽ ഉണ്ടാകണം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ സിക്ർ എനിക്ക് ഏറ്റവും എപ്പോഴും ഉണ്ടാകണം. ആ തരത്തിൽ ചിന്തിക്കാതെ പോകുമ്പോൾ ചിലപ്പോൾ ഈ വാചകങ്ങളെ നമുക്ക് യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. പക്ഷേ വളരെ നല്ല രീതിയിലാണ് അങ്ങനെ ഒരു അടിമയെ പറ്റി ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറഞ്ഞിട്ടുള്ളത്. അടുത്ത ഫസ്ൽ, മനാസിലു ഇയ്യാക നഅബ്ദു അല്ലതി യൻതഖിലു ഫീഹാ അൽ ഖൽബ് മൻസിലതൻ ഫി ഹാലി സൈരിഹി ഇലല്ലാഹി തആല. അല്ലാഹുവിലേക്കുള്ള യാത്രയിൽ ഇയ്യാക നഅബ്ദു എന്നുള്ള ആ സ്ഥാനത്ത് നിൽക്കുമ്പോൾ, അഥവാ ഇയ്യാക നഅബ്ദു എന്നുള്ള സ്ഥാനത്തിന്റെ വ്യത്യസ്ത മക്കാമുകളാണ് ഇനി കിതാബിൽ പറയുന്നത്. നമ്മൾ ആദ്യ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ 40 ചില്ലാനം മക്കാമുകൾ, ഓരോ സന്ദർഭങ്ങൾ, ഓരോ സ്ഥാനങ്ങൾ, ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളിൽ അടിമക്ക് ഉണ്ടായിരിക്കേണ്ടത്, അതിന്റെ പരിപൂർണത, ആ കാര്യങ്ങളാണ് ചർച്ച. അപ്പൊ അങ്ങനെയുള്ള അള്ളാഹുലേക്കുള്ള യാത്രയിൽ ഇയ്യാക നഅബ്ദുവിൽ എന്ന സ്ഥാനത്തിൽ നിന്ന് ഖൽബ് മാറി മാറി പോകേണ്ട വ്യത്യസ്തമായ സ്ഥാനങ്ങളുണ്ട് എന്ന് അറിയിക്കുകയാണ്, വ്യത്യസ്തമായിട്ടുള്ള ദറജകളുണ്ട് എന്നുള്ളത് അറിയിക്കുകയാണ്. അടുത്ത ഫസ്ൽ മുതൽ ഓരോ മക്കാമുകളും ഓരോ മനാസിലുകളുമാണ് പറയുന്നത്. അതിനു മുമ്പ് ഒരു ആമുഖമായിട്ട് ഈ കാര്യം കൂടി പറയാം. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇഅലം, നീ മനസ്സിലാക്കണം, അന്ന തർതീബ ഹാദിഹിൽ മഖാമാത്ത് ലൈസ باعتبار أن السالك يقطع المقام ويفارقه وينتقل إلى الثاني. ഈ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അന്ന തർതീബ ഹാദിഹിൽ മഖാമാത്ത്, ഈ ഓരോ സ്ഥാനങ്ങളുടെയും തർതീബ്, ഓർഡർ, ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് എന്നുള്ളത്, ബിഇഅ്തിബാരി അന്ന السالك يقطع المقام ويفارقه وينتقل إلى الثاني, ഒന്ന് കഴിഞ്ഞാൽ അടുത്തത്, അത് കഴിഞ്ഞാൽ അടുത്തത്, അങ്ങനെ സ്റ്റെപ്പ് കയറുന്നത് പോലെയുള്ള ഒരു കാര്യമല്ല അത്. ഈ സ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് കഴിഞ്ഞാൽ പൂർത്തിയായാൽ അടുത്തത് എന്നുള്ള നിലക്കല്ല. കമനാദിൽ ഹിസ്സി, ഏതുപോലെ നമ്മളല്ലാത്തൊരു യാത്രയിൽ ഒരു പടി കഴിഞ്ഞു അല്ലെങ്കിൽ അടുത്ത പടി കഴിഞ്ഞു അങ്ങനെ കയറുന്നത് പോലെ ഒന്ന് കഴിഞ്ഞാൽ ഒരു മർത്തബ കഴിഞ്ഞു, ഇനി അടുത്ത മർത്തബ, അതല്ല ഈ മനാസിലുകളൊന്നും ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഓർഡർ. ഹാദാ മുഹാലുൻ, അത് അസംഭവ്യമാണ്, അത് നടക്കൂല, അങ്ങനെ സംഭവിക്കൂല. അലാ തറ അന്ന ലിയഖ്ബത മഅഹു ഫീ കുല്ലി മഖാമിൻ ലാ തുഫാരിഖുഹു, നീ മനസ്സിലാക്കിയിട്ടില്ലേ യഖ്വത്ത് എന്നുള്ളത്? ഇതിലെ മനാസിലുകളിൽ ആദ്യം പറയുന്ന ഒന്നാണ് യഖ്വത്ത്. യഖ്വത്ത് എന്ന് പറഞ്ഞാൽ ഗഫ്ലത്തിനെതിരാണ്, അഥവാ ഒരാൾ അശ്രദ്ധമായി ജീവിക്കുന്നതിൽ മാറി എനിക്കൊരു ലക്ഷ്യമുണ്ട് എന്നുള്ള സ്വബോധത്തിൽ എത്തുന്നതിനാണ്, ഉണർവിൽ എത്തുന്നതിനാണ് യഖ്വത്ത് എന്ന് പറയുന്നത്. അപ്പൊ യഖ്വത്ത് എന്നുള്ള ഈ മഖാം എന്നുള്ളത് എല്ലാ സ്ഥലത്തും വേണം. ഒരാൾ ഇഹ്സാനിലെത്തി, ഈമാനിലെത്തി, അല്ലെങ്കിൽ ഖുറബായിലെത്തി, അല്ലെങ്കിൽ ഏത് ഉന്നതമായ മർത്തബയിലെത്തിയാലും യഖ്വത്ത് എപ്പോഴും അവൻ്റെ ഒപ്പം ഉണ്ടാവണം. അത് കഴിഞ്ഞു ഇനി അടുത്തത് മതി എന്ന നിലക്കല്ല, അത് എപ്പോഴും ഉണ്ടാകും. വകദാലികൽ ബസീറതു വൽ ഇറാദതു വൽ അസ്ം, അതുപോലെ തന്നെ അതിനുശേഷം വരുന്ന ഓരോ മർത്തബകളാണ് ബസീറത്ത്, ഉൾക്കാഴ്ച, ഇറാദത്ത്, കർമ്മങ്ങൾ ചെയ്യാനുള്ള ഉദ്ദേശം, വൽ അസ്മ്, ദൃഢനിശ്ചയം, ഇതുപോലെയുള്ള കാര്യങ്ങൾ ഏത് മർത്തബയിലെത്തിയാലും ഒരു അടിമക്കുണ്ടാകണം. വകദാലിക തൗബതു, അതുപോലെ തന്നെ തൗബയും. തൗബ എന്ന് പറഞ്ഞാൽ പാപത്തിൽ നിന്ന് പശ്ചാത്തപിച്ച് അവൻ മടങ്ങി അവൻ നേരായ സിറാത്തുൽ മുസ്തഖീമിലെത്തി, പിന്നെ തൗബ ആവശ്യമില്ല എന്നാണോ? അല്ല, ഏറ്റവും ഉന്നതമായ അവസ്ഥയിലെത്തിയാലും അവൻ തൗബക്ക് ആവശ്യക്കാരനാണ്. ഇവിടെ പറഞ്ഞത് ഈ മക്കാമുകൾ ഒരു ഓർഡറിൽ പറയുമ്പോൾ ഒന്ന് കഴിഞ്ഞിട്ട് അടുത്തത്, ഇത് കഴിഞ്ഞ് അടുത്തത്, അങ്ങനെ സ്റ്റെപ്പ് കയറി പോകുന്നത് പോലെയല്ല ഇതിന്റെ മക്കാമുകൾ എന്ന് മനസ്സിലാക്കി തീരുകയാണ്. فإنها كما أنها من أول المقامات فهي آخرها أيضا. ഈ തൗബയും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നുവോ അതുപോലെ തന്നെ അവസാനത്തിലും ആവശ്യമുള്ളതാണ്. ബൽ ഹിയ ഫീ കുല്ലി മഖാമിൻ മുസ്തസ്ഹബത്തിൻ, അത് അങ്ങനെ മാത്രമല്ല, ബൽ ഹിയ ഫീ കുല്ലി മഖാമിൻ മുസ്തസ്ഹബത്തുൻ, ഏത് സ്ഥാനത്തിലും ഒപ്പം ഉണ്ടാകേണ്ട കാര്യങ്ങളാണിത്. അതായത് ഈ മർത്തബകൾ എന്ന് പറയുമ്പോൾ പൊതുവെ ആളുകൾ ധരിച്ചു പോകുന്ന ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് എന്ന നിലക്കല്ല ഈ മർത്തബകളെ പറ്റി പറയുന്നത്. ഈ മർത്തബകൾ ആദ്യത്തിലുള്ളത് തന്നെ അവസാനത്തിലും ഒരാൾക്ക് ആവശ്യമായിരിക്കും. അങ്ങനെ പലതും ഒരുമിച്ചുണ്ടാകേണ്ടതാണ് ഈ ഖൽബിന്റെ ഈ ഓരോ മനാസിലിൽ എത്തുമ്പോഴുള്ള ഈ ഓരോ മർത്തബകളും എന്ന് പറയാണ്. വമിനൽ മഖാമാതി മാ യകൂനു ജാമിഅൻ ലിമഖാമൈൻ, ഈ സ്ഥാനങ്ങളിൽ രണ്ടെണ്ണം ഒരുമിച്ച് ചേർന്ന് വരുന്നതുണ്ട്.
വമിൻഹാ മാ യകൂനു ജാമിഅൻ ലിഅക്സറ മിൻ ദാലിക്, അതിനേക്കാൾ കൂടുതൽ മഖാമുകൾ ഒരുമിച്ച് യോജിച്ചു വരുന്നതുണ്ട്. വമിൻഹാ മാ യൻദരിജു ഫീഹി ജമീഉൽ മഖാമാത്ത്, എല്ലാ മഖാമുകളും. ഇതിൽ 40 ചില്ലാനമുണ്ട്. യഥാർത്ഥ മദാരിജ് സാലിക്കിന്റെ മുഴുവൻ കിതാബുകൾ അതിൽ കൂടുതലുണ്ട്. അതെല്ലാ മഖാമുകളും ഒരുമിച്ച് ഉണ്ടാവേണ്ട സന്ദർഭങ്ങളുണ്ടാവും. ഞാൻ ഒന്നുകൂടി നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ചില സന്ദർഭത്തിൽ നമ്മൾ സബറിന്റെ മഖാമിൽ മാത്രം നിൽക്കും. ചിലപ്പോൾ അതേ സന്ദർഭത്തിൽ തന്നെ തവക്കുലിന്റെ മഖാം ആവശ്യം ഉണ്ടാകും, റജായിന്റെ മഖാം ആവശ്യം ഉണ്ടാകും, ഒരുമിച്ചുണ്ടാകും. അപ്പൊ ചില സമയത്ത് ശുക്റിന്റെ ഉണ്ടാവും, ആ സമയത്ത് തന്നെ റിള വേണ്ടി വരും, അതുപോലെ തന്നെ ബാക്കിയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അങ്ങനെ രണ്ട് മഖാമുകൾ ഒരുമിച്ച് ഉണ്ടാകേണ്ട സന്ദർഭം ജീവിതത്തിൽ ഉണ്ടാകും, വേറെ ഒന്നിൽ കൂടുതൽ ഉണ്ടാകും. അതുപോലെ തന്നെ എല്ലാ മഖാമുകളും ഒരുമിച്ച് തെളിയിച്ചു കൊടുക്കേണ്ട സന്ദർഭങ്ങളും ജീവിതത്തിൽ ഉണ്ടായേക്കാം. ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അള്ളാഹുലേക്ക് യാത്ര ചെയ്യുന്നതിൽ ഖൽബിന്റെ ഓരോ ഘട്ടങ്ങളാണ് പറയുന്നത്. അപ്പൊ ജീവിതത്തിലെ സാഹചര്യങ്ങളിലും സന്ദർഭങ്ങളിലും നാം എത്തിച്ചേരുന്ന മഖാമുകളിൽ പല രീതിയിൽ, ചിലപ്പോൾ ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ ഒന്ന് കൂടുതൽ ഉണ്ടാവും, ചിലപ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് ഉണ്ടാവേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാകും. ഫലാ യസ്തഹിഖു സാഹിബുഹു ഇസ്മഹു ഇല്ലാ ഇൻദ ഇസ്തിജ്മാഇ ജമീഅൽ മഖാമാതി ഫീഹി, ആ അടിമ ആ മഖാമിന്റെ ആളാകണമെങ്കിൽ ചിലപ്പോൾ അവൻ അത് മാത്രം ഉണ്ടായാൽ പോരാ, ബാക്കിയുള്ളതെല്ലാം ഒരുമിച്ചുണ്ടെങ്കിലേ അവൻ അതിന് യോജിച്ച പേരുള്ളവനായി തീരുകയുള്ളൂ. എന്നിട്ട് ചില ഉദാഹരണങ്ങൾ പറയാണ്. ഫതൗബതു, തൗബ എന്നുള്ളത്, ഒരാൾ തൗബയുടെ മഖാമിൽ നിൽക്കുകയാണ്. ഒരാൾ പാപം ചെയ്തു പോയി, അബദ്ധം സംഭവിച്ചു, അവൻ തൗബ ചെയ്യാണ്, പശ്ചാത്തപിച്ച് മടങ്ങുകയാണ്. അങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിൽ തൗബ മാത്രമാണോ? അല്ല, ജാമിഅത്തുൻ ലി മഖാമിൽ മുഹാസബ, അവൻ മുഹാസബത്തിന്റെ മഖാമിൽ കൂടിയാണ്, അഥവാ സ്വന്തത്തെ വിചാരണ ചെയ്യുന്നതിൽ. വ മഖാമുൽ ഖൗഫ്, അള്ളാഹുവിന്റെ ശിക്ഷ വരുമോ എന്നുള്ള ഭയത്തിന്റെ മഖാമിൽ കൂടിയാണ്. ലാ യുതസവ്വർ വുജൂദുഹാ ബിദൂനിഹിമാ, ഇത് രണ്ടും ഇല്ലാതെ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? തൗബ ചെയ്യാൻ പറ്റൂല. ഒരാൾ തൗബയുടെ മഖാമിൽ നിൽക്കുമ്പോൾ അയാൾക്ക് മുഹാസബത്തും അതുപോലെ തന്നെ ഖൗഫിന്റെയും ഇതൊക്കെ ഓരോ മഖാമുകളാണ്, കിതാബിലുണ്ട്, ഓരോ മഖാമുകളാണ്. അതില്ലാതെ ഒരാൾക്ക് തൗബയുടെ മഖാമിൽ നിൽക്കാൻ പറ്റൂല. അപ്പൊ അത് രണ്ടും ഇതിനോടൊപ്പം എന്തായാലും ഉണ്ടാവണം. അതുപോലെ തന്നെ വരിവ, അള്ളാഹുവിന്റെ തൃപ്തി, അള്ളാഹുവിൽ തൃപ്തിപ്പെടുക, ആ ഒരു മഖാം ഉണ്ടാവണമെങ്കിൽ ജാമിഉൻ ലി മഖാമി സബർ, അവന് ക്ഷമയുടെ മഖാം ഉണ്ടായിരിക്കണം. വ മഖാമുൽ മഹബ്ബ, അള്ളാഹുവിനോടുള്ള ഇഷ്ടം ഉണ്ടായിരിക്കണം. ലാ യുതസവ്വർ വുജൂദുഹു ബിദൂനിഹിമ, ഇത് രണ്ടും ഇല്ലാതെ അവന് റിള ഉണ്ടാവൂല. അള്ളാഹുവിൽ ക്ഷമയും അള്ളാഹുവിനോടുള്ള ഇഷ്ടവും ഇല്ലാതെ ഒരാൾക്ക് തൃപ്തിയുടെ റിളയുടെ മഖാം നേടിയെടുക്കാൻ പറ്റൂല. മറ്റൊന്ന് വത്തവക്കുൽ, തവക്കുലിന്റെ മഖാമിൽ ഒരാൾ നിൽക്കണമെങ്കിൽ ജാമിഉൻ ലി മഖാമി തഫ്വീദ് വൽ ഇസ്തിആനതി വൽ, കാര്യങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നതിൽ അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്ന മഖാം, അള്ളാഹുവിന്റെ തൃപ്തിയിലുള്ള മഖാം, ഇതൊക്കെ ഉണ്ടെങ്കിലേ ഒരാൾക്ക് തവക്കൽ ചെയ്യാൻ പറ്റുള്ളൂ. ലാ യുതസവ്വർ വുജൂദുഹു ബിദൂനിഹിമ, ഇത് രണ്ടുമില്ലാതെ ബിദൂനിഹ, ഇതൊന്നുമില്ലാതെ ഒരാൾക്ക് തവക്കൽ ചെയ്യാൻ പറ്റൂല. വറജാഉ ജാമിഉൻ ലി മഖാമിൽ ഖൗഫി വൽ ഇറാദ, റജാ എന്നുള്ളത് ഒരാൾ അള്ളാഹുവിനുള്ള പ്രതീക്ഷയുടെ മഖാമിൽ ഉണ്ടാവണമെങ്കിൽ അവന് ഖൗഫിന്റെ മഖാമും വേണം, ഇറാദത്തിന്റെ മഖാമും വേണം. ഖൗഫിന്റെ മഖാം പറഞ്ഞാൽ അതെന്താണോ പ്രതീക്ഷിക്കുന്നത് അത് ലഭിക്കാതിരിക്കുമോ എന്നുള്ള ഭയവും, അതുപോലെ അതിനു വേണ്ടിയിട്ടുള്ള ഉദ്ദേശങ്ങളും അവന്റെ കർമ്മങ്ങളിൽ ഇറാദത്തും ഉണ്ടായിരിക്കണം. ഇവിടെ പറഞ്ഞത് അല്ലാത്ത നിലക്ക് തർത്തീബായിട്ട് പറയുമ്പോൾ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് എന്ന് പറയുന്നത് പോലെയല്ല ഖൽബിന്റെ മനാസിലുകൾ. അത് ആദ്യത്തിൽ പറയുന്ന യഖ്ലത്ത് തന്നെ അവസാനത്തിൽ തൗഹീദിന്റെയോ ഇഹ്സാനിന്റെയോ മർത്തബയിലെത്തിയാൽ അയാൾക്ക് അത് ആവശ്യമായിരിക്കും. പലതും ഏകോപിച്ചു വരും എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, വകുല്ലു മഖാമിൻ മിൻ ഹാദിഹിൽ മഖാമാതി ഫസ്സാലികൂന ബിന്നിസ്ബതി ഇലൈഹി നൗആൻ, ഈ മഖാമുകളിലെ ഓരോ മഖാമിലുമുള്ള ആളുകൾ, ഈ ഓരോ സ്ഥാനത്തും എത്തുന്ന ആളുകൾ അവർ രണ്ട് ഇനങ്ങളായിട്ടുണ്ടാകും. ഈ ഓരോ മഖാമിലും എത്തുന്ന ആളുകൾ രണ്ടിനങ്ങളായിട്ടുണ്ടാകും. ഇപ്പൊ ഒരാൾ സബറിന്റെ മഖാമിലുണ്ട്, രണ്ടാളുകൾ സബർ ചെയ്യുന്ന മഖാമിലാണ്, സബർ കാണിക്കേണ്ട അവസ്ഥയിലാണ് എന്ന് വെക്കുക. അവർ തന്നെ ഒരാൾ ഒരു തരത്തിലും മറ്റേയാൾ വേറെ തരത്തിലുമായിരിക്കും. ഒരേതിൽ തന്നെ രണ്ടവസ്ഥയിലുണ്ടാകും. ശരിക്ക് മൂന്നവസ്ഥയിൽ ഇബ്നുൽ ഖയ്യിം മദാരിജുസ് സാലിക്കിൽ ഓരോന്നും പറയുന്നുണ്ട്. ഇതിൽ അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് രണ്ടവസ്ഥയിലുണ്ടാകും. ഒന്ന് നൗആൻ, ഒന്ന് അബ്റാറുൻ, രണ്ട് വമുഖറബൂൻ. ഒന്ന് അബ്റാറുൻ, പുണ്യം ചെയ്യുന്ന ആളുകൾ എന്ന അർത്ഥത്തിൽ. രണ്ട് മുഖറബൂൻ, അള്ളാഹുവിലേക്ക് കൂടുതൽ അടുത്തിട്ടുണ്ട് എന്നുള്ള ആളുകൾ. അതായത് ഓരോ മഖാമിലെത്തുമ്പോഴും അത് ചെയ്യുന്ന ആളുകൾ രണ്ടിനമായി തിരിയും. ഒന്ന് അബ്റാർ ആളുകൾ, പുണ്യം ചെയ്യുന്ന ആളുകൾ.
രണ്ട് മുഖർരിബീങ്ങൾ, അള്ളാഹുലേക്ക് കൂടുതൽ അടുത്തിട്ടുള്ള ആളുകൾ. ഫൽ അബ്റാറു ഫി അദ്യാലിഹി, അബ്റാറുകൾ പുണ്യം ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്ന ആളുകൾ അതിന്റെ വാലറ്റത്തുള്ളവരാണ്, ആ മഖാമിന്റെ വാലറ്റത്തുള്ളവരാണ്, താഴത്തെ ഘട്ടത്തിലുള്ളവരാണ്. വൽ മുഖർറബൂന ഫി ദിർവതി സലാമിഹി, മുഖർരിബീങ്ങളാവട്ടെ അതിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലുള്ളവരാണ്. ഇപ്പോൾ സബർ കാണിക്കുമ്പോഴും തവക്കുൽ കാണിക്കുമ്പോഴും റിള കാണിക്കുമ്പോഴും ഒക്കെ ആളുകൾ രണ്ട് രീതിയിലുണ്ടാകും. ഒന്ന് താഴ്ന്ന രീതിയിൽ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും, താഴ്ന്ന രീതിയിൽ. രണ്ട് അതിന്റെ ഏറ്റവും ഉന്നതമായ അവസ്ഥയിലെത്തിയ ആളുകളും ഉണ്ടാകും. വഹാകദ മറാത്തിബുൽ ഈമാൻ ജമീഉഹാ, ഈമാനിന്റെ മർത്തബ പോലെ അല്ല, എല്ലാ മർത്തബയും പോലെ ആളുകൾ രണ്ടവസ്ഥയിലുണ്ടാവും. ഈമാനിന്റെ മർത്തബ ഒക്കെ ആണെങ്കിൽ താഴ്ന്ന ഘട്ടത്തിൽ നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും, ഉന്നതമായ ആളുകളുണ്ട്, അതുപോലെ എല്ലാതും. വകുല്ലും മിൻ നൗഐനി ലാ യുഹ്സി തഫാവുതഹും വതഫാവുല ദറജാതിഹിം ഇല്ലല്ലാഹു തആല, ഈ രണ്ട് മർത്തബകളും തമ്മിലുള്ള, അഥവാ ഒരു മഖാമിന്റെ അകത്തുണ്ടാകുന്ന രണ്ട് മർത്തബകളും തമ്മിലുള്ള വ്യത്യാസം അത് എത്രത്തോളമാണ് ആളുകൾ തമ്മിൽ എന്നുള്ളത് അള്ളാഹുവിനല്ലാതെ ഒരാൾക്കും അതിനെ എണ്ണിത്തിട്ടപ്പെടുത്താനോ മനസ്സിലാക്കാനോ സാധിക്കുകയില്ല. അത്രയും ആ വ്യത്യാസം അള്ളാഹുവിന് മാത്രമേ മനസ്സിലാവുകയുള്ളൂ എന്നിട്ട് പറയാണ്. وقد يعرض له أعلى المقامات والأحوال في أول بداية سيره, ചില ആളുകൾക്ക് അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ മുന്നേറുന്ന ഒരുവന് അവന്റെ യാത്രയുടെ തുടക്കത്തിൽ തന്നെ, ആരംഭത്തിൽ തന്നെ ചില മഖാമുകൾ അവന് അറിയാനും അനുഭവിക്കാനും സാധിക്കുന്ന അവസ്ഥ അള്ളാഹു ഉണ്ടായി കൊടുക്കും. ചിലപ്പോൾ തുടക്കത്തിൽ തന്നെ ഉന്നതമായി ലഭിക്കുന്ന ചില മഖാമുകൾ, ചില സ്ഥാനങ്ങൾ അവന് അനുഭവിക്കാനുള്ള അവസരമുണ്ടാകും. فينفتح عليه من حال المحبة والرضا والأنس والطمأنينة, അവന് തുടക്കത്തിൽ തന്നെ അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ പരിപൂർണത, അള്ളാഹുവിനുള്ള തൃപ്തിയുടെയും അള്ളാഹുവിനോടുള്ള സാമീപ്യത്തിന്റെയും അടുപ്പത്തിന്റെയും അതിലൂടെ ലഭിക്കുന്ന സമാധാനത്തിന്റെയും എല്ലാം ആ അവസ്ഥ അനുഭവിക്കാനുള്ള സാഹചര്യം അള്ളാഹു ചില അടിമകൾക്ക് നൽകും. മാലം യഹ്സുൽ ബഅദു ലിസ്സാലികി ഫി നിഹായതിഹി, ഒരാൾക്ക് ഏറ്റവും അവസാനത്തിൽ ഉന്നതിയിൽ കിട്ടേണ്ട ഒരു കാര്യമായിരിക്കും അത്. ചിലപ്പോൾ ചില ആളുകൾക്ക് ആദ്യത്തിൽ തന്നെ ലഭിക്കും എന്നിട്ട് പറയാണ് വയഹ്താജു ഹാദാ സാലിക് ഫീ നിഹായതിഹി ഇലാ ഉമൂരിൻ മിനൽ ബസീറത്തി വത്തൗബത്തി വൽ മുഹാസബ, ഈ ആള് അവസാനത്തെ ദർജയിലെത്തിയാലും ആദ്യത്തെ കാര്യങ്ങളുണ്ടല്ലോ, ബസീറത്തും തൗബയും മുഹാസബത്തും ഒക്കെ, ഇതിന് അവസാനത്തിലും ഉന്നതിയിലെത്തിയാലും ആവശ്യക്കാരൻ തന്നെയായിരിക്കും. എത്രത്തോളം ആ ഉബമ മിൻ ഹാജത്തി സാഹിബിൽ ബിദായത്തി ഇലൈഹ, തുടക്കക്കാരനായ ഒരാൾക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ. ഫലൈസ ഫീ ദാലിക തർതീബുൻ കുല്ലിയുൻ ലാസിമുൽ ലിസുലൂക്ക്, അതിന് നിരുപാധികം ഒരു തർത്തീബ് പറയാൻ, എപ്പോഴും ഒരുപോലെ നിൽക്കുന്ന ഒരു തർത്തീബ് പറയാൻ സാധിക്കുകയില്ല. ഒന്നുകൂടി ഞാൻ പറയാം, പിന്നെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ പറയാം. അതായത് അള്ളാഹുലേക്കുള്ള യാത്രയിൽ തുടക്കക്കാരനായിട്ടുള്ള ഒരാൾ ഒരു പക്ഷേ ഒരുപാട് ഈമാൻ കൊണ്ടും അമല് കൊണ്ടും മുന്നേറിയാൽ ലഭിക്കുന്ന ചില കാര്യങ്ങൾ അള്ളാഹു തആല അവന് തുറന്നു കൊടുക്കും, അവൻ അനുഭവിക്കാനുള്ള, അത് ആസ്വദിക്കാനുള്ള, അത് ലഭിക്കാനുള്ള അവസരം കൊടുക്കും. ഇത് ചില ആളുകൾക്ക് അവസാനത്തിൽ മാത്രമേ കിട്ടുള്ളൂ. ഇനിയൊരു അടിമ ഇങ്ങനെ ഈ തുടക്കത്തിലുള്ള മഖാമുകളാണ് തൗബ, മുഹാസബത്ത് പോലെയുള്ളത്. ഇനി ഒരാൾ അള്ളാഹുലേക്കുള്ള യാത്രയിൽ ഏറ്റവും അവസാനത്തെ ഉന്നതമായ ദർജയിലെത്തി വിചാരിക്കുക, അപ്പോഴും ഈ അടിമ എന്തിനേക്ക് ആവശ്യക്കാരനാണ്? ഈ മുഹാസബത്തിനും തൗബയിലും ആദ്യമുള്ള തുടക്കക്കാരനായ ആളേക്കാൾ ആവശ്യക്കാരനാണ് ആര്? അവസാനത്തിലെത്തുമ്പോഴും. അതായത് അതിലേക്കുള്ള ആവശ്യകത അവന് വിട്ടുപോകുന്നില്ല എന്നർത്ഥം. ഒരാൾ ഇഹ്സാനിന്റെ പദവിയിലെത്തി, ഒരാൾ ഇസ്ലാമിന്റെ പദവിയിലുള്ളൂ. ഇസ്ലാമിന്റെ പദവിയിലുള്ള ഒരാൾ എത്രത്തോളം ആത്മവിചാരണ, മുഹാസബത്ത് നടത്തുന്നുവോ, എത്രത്തോളം തൗബ ചെയ്യുന്നുവോ, അതിനേക്കാൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ ആവശ്യക്കാരനായിരിക്കും ഇഹ്സാനിലുള്ള ആളും. ഇതെന്തിനാ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഈ മനാസിലുകളെ കൃത്യമായ എന്തിൻ്റെയെങ്കിലും അടിസ്ഥാനത്തിൽ തർത്തീബ് ചെയ്യാനോ ഓർഡർ ആക്കാനോ ഒരു അലിഖിത നിയമം കൊണ്ട് സാധിക്കില്ല, അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഒരു നിയമം കൊണ്ട് സാധിക്കില്ല എന്ന് പറയുക. ഇത് മനസ്സിലാക്കാൻ ചിലർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാകും. അത് ഒന്നുകൂടി ദർശൊക്കെ കേട്ടിട്ട് മനസ്സിലാക്കലാണ് അതിനുള്ളൊരു പരിഹാരം. അടുത്ത ഭാഗത്തുണ്ട്. പാരഗ്രാഫ് ഒന്നുകൂടി വായിക്കാം. അതിൻ്റെ ആശയം പറഞ്ഞത് ക്ലിയർ ആയില്ല എന്നൊരു സംശയം.
وقد يعرض له على المقامات والأحوال في أول بداية سيره. ചില ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിലേക്കുള്ള യാത്രയിൽ ആദ്യത്തിൽ തന്നെ ചില ഉന്നതമായ മഖാമുകൾ അനുഭവിക്കാനുള്ള അവസരങ്ങൾ നൽകും. فينفتح عليه من حال المحبة والرضا والأنس والطمأنينة ما لم يحصل بعد للسالك في نهايته. ഒരു ما لم يحصل بعد للسالك في نهايته, അതായത് അവന് പിന്നെ അവസാനത്തിൽ ലഭിക്കേണ്ട, ഈ യാത്ര ചെയ്യുന്ന ഒരുത്തന് അവസാനത്തിലെത്തിയാൽ അല്ലാതെ ലഭിക്കാത്ത, അപ്പം മാത്രം ലഭിക്കേണ്ട ഉന്നതമായ മഹബത്തിൻ്റെയും റിളയുടെയും ഉൻസിൻ്റെയും എല്ലാം ആ ഒരു അവസ്ഥ അള്ളാഹു നൽകും. ويحتاج هذا السالك في نهايته إلى أمور من البصيرة والتوبة والمحاسبة. ഈ ആള് തന്നെ അഥവാ അവസാനത്തിലെത്തുമ്പോൾ കിട്ടേണ്ട സാധനം ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇയാൾ ഏറ്റവും ഉന്നതമായ പദവിയിലെത്തിയാലും ആദ്യത്തെ കാര്യങ്ങളായിട്ടുള്ള മുഹാസബത്ത്, സ്വന്തത്തെ ആത്മവിചാരണ, ബസീറത്ത്, തൗബ അതിലേക്ക് ആവശ്യക്കാരനാണ്. അഅ്ളമ മിൻ ഹാജത്തി സാഹിബിൽ ബിദായത്തി ഇലൈഹ, തുടക്കക്കാരനായ ആൾ ആവശ്യക്കാരനാവുന്നതിനേക്കാൾ. ഫലൈസ ഫീ ദാലിക് തർതീബുൻ കുല്ലിയുൻ ലാസിമുൻ ലിസ്സുലൂക്ക്. അതുകൊണ്ട് അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ ഒരു പൊതുവായിട്ടുള്ള തർതീബ് നമുക്ക് വെക്കാൻ സാധിക്കില്ല. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയുന്നു, فالأولى الكلام في هذه المقامات على طريقة المتقدمين من أئمة القوم كلاما مطلقا في كل مقام مقام. ഈ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഈ മക്കാമുകളെ പറ്റി പറയുന്നതിൽ മുൻഗാമികളായിട്ടുള്ള പണ്ഡിതന്മാർ അവർ ഓരോ മക്കാമിനെയും നിരുപാധികം അതിനെപ്പറ്റി പറഞ്ഞതാണ്. ഇത് പ്രത്യേകം പറയാനുള്ള കാരണം നമ്മൾ പറഞ്ഞു, മദാരിജ് സാലിക്കിൻ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇമാം അൽ ഹറവി റഹിമഹുള്ളയുടെ മനാസിലുസ് സായിരീൻ എന്നുള്ള കിതാബിന്റെ ഷർഹാണ്. അതിനെ ഒന്നുകൂടിയും തർത്തീബിലാക്കി ഒന്നുകൂടിയും പിന്നെ കൃത്യമായ രീതിയിൽ ആളുകൾക്ക് മനസ്സിലാകുന്ന എളുപ്പമാകുന്ന രീതിയിൽ ഒരു തരത്തിലും സംശയം തോന്നിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ വിശദീകരിച്ച് എഴുതിയതാണ് മദാരിജ് സാലിക്കീൻ. അതുകൊണ്ടാണ് പറയുന്നത് മുൻഗാമികൾ ഈ മക്കാമുകളെ ഓരോന്നായിക്കൊണ്ട് വിശദീകരിക്കുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ബി ബയാനി ഹഖീഖതിഹി വ മൂജിബിഹി, ഓരോ മക്കാമിന്റെയും സാക്ഷാത്കാരവും അതിന് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളെ പറ്റിയും പറഞ്ഞുകൊണ്ട്, ആഫത്തിഹിൽ മാനിഅതി മിൻ ഹുസൂലിഹി, അതുപോലെ തന്നെ ആ മക്കാം നേടിയെടുക്കാൻ തടസ്സമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനെ പറ്റിയും. അതായത് മുൻഗാമികൾ അങ്ങനെയാണ് എഴുതിയിരുന്നത്, ഓരോ മക്കാമിനെ പറയും, അതിന്റെ നേടിയെടുക്കാൻ നിർബന്ധമായുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയും, അത് ലഭിക്കാതെ പോകാൻ തടസ്സമാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയും. വൽഖാത്തി അൻഹു, അതിനെ തടഞ്ഞു കളയുന്ന കാര്യങ്ങൾ എന്താണെന്ന്. വദിക്രി ആമിഹി വഖാസിഹി, അങ്ങനെ അത് പൊതുവായിട്ടും പ്രത്യേകമായിട്ടും അതിന്റെ ഇനങ്ങളുമെല്ലാം വിശദീകരിക്കും. അതാണ് മുൻഗാമികൾ ചെയ്യാറുണ്ടായിരുന്നത്. ഫകലാമു അയിമ്മത്തി ത്വരീഖി ഹുവ അലാ ഹാദൽ മിൻഹാജ്, ഈ ഒരു രീതിയിലാണ് മുൻഗാമികൾ ഈ മഖാമുകളെ വിശദീകരിച്ചിട്ടുള്ളത്. فإنهم نظموا على أعمال القلوب وعلى الأحوال كلاما مفصلا جامعا مبينا മുത്ലഖൻ മിൻ ഗൈരി തർതീബിൻ, അതുകൊണ്ട് തന്നെ മുൻഗാമികൾ പ്രത്യേകമായൊരു തർത്തീബിനെ പരിഗണിക്കാതെ അഅ്മാലുൽ ഖൽബിനെ അങ്ങനെ വിശദീകരിച്ച് ഓരോ കാര്യങ്ങളാക്കി പറഞ്ഞു എന്ന് മാത്രം രീതിയിലേ പറഞ്ഞിട്ടുള്ളൂ. വലാ ഹസ്റൽ മഖാമാതി ബിഅദദിൻ മഅലൂമിൻ, കൃത്യമായ എണ്ണത്തിൽ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടോ അങ്ങനെയൊന്നുമില്ല, ഓരോന്ന് പറയും, അതിനെ വിശദീകരിക്കും. അങ്ങനെയാണ് മുൻഗാമികൾ അത് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇബ്നുൽ ഖയ്യിമിന്റെ രീതി കിതാബിൽ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് പറയാണ്. നാം ചെയ്തിട്ടുള്ള രീതി, നമ്മുടെ രീതി എന്നുകൊണ്ട് പറയാണ്, അന്നദ്കുറ മനാസിലൽ ഉബൂദിയത്തിൽ വാരിദത്തി ഫിൽ ഖുർആൻ വസ്സുന്ന. നാം അതായത് ഇമാം ഹറവിയുടെ കിതാബിലുള്ള എല്ലാതും ഇബ്നുൽ ഖയ്യിം മദാരിജ് സാലിക്കിന് പറഞ്ഞിട്ടില്ല, അതേ ഓർഡറിലും അല്ല, വേറൊരു ഓർഡറിലാണ് ഇബ്നുൽ ഖയ്യിം കൊടുത്തിട്ടുള്ളത്. അതിന്റെ കാരണം പറയണം, എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഖുർആനിലും സുന്നത്തിലും പരാമർശിക്കപ്പെട്ടിട്ടുള്ള മനാസിലുകൾ അതിനെ പ്രത്യേകമായി പറയുന്നു. വനദ്കുറു ലഹാ തർതീബൻ ഗൈറ മുസ്തഹഖിൻ ബൽ മുസ്തഹ്സിനുൻ, നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒരു തർത്തീബിലല്ല അതിനെ കൊടുത്തിട്ടുള്ളത്, എന്നാൽ നല്ല രീതിയിൽ ഒരടുക്കും ചിട്ടയോടുകൂടി തോന്നുന്ന രീതിയിലാണ് ആ ഓർഡർ കൊടുത്തിട്ടുള്ളത്. ബിഹസ്ബി തർതീബി സൈരിൽ ഹിസ്സി, ഒരാൾ അള്ളാഹുലേക്ക് മുന്നിടുമ്പോൾ അവൻ അനുഭവിക്കാൻ സാധിക്കുന്ന, അവൻ അനുഭവിച്ചു വരുന്ന ഒരു ഓർഡറിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾ ആദ്യത്തിൽ അള്ളാഹുവിനോടുള്ള ഹൗഫ് ഒരാൾക്ക് ഉണ്ടാവും, അള്ളാഹ് നരക ശിക്ഷ ഉണ്ടാവും എന്നുള്ള ഭയം ഉണ്ടാവും. പിന്നെ തൗബ ഉണ്ടാവും, തൗബയുടെ കാര്യങ്ങൾ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അള്ളാഹുൽ റജാ, അള്ളാഹ് പാപങ്ങൾ പൊറുത്തതിനുള്ള പ്രതീക്ഷ ഉണ്ടാവും. അപ്പോൾ ഒരാൾക്ക് ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു ഓർഡറിലാണ് ഇത് എഴുതിയിട്ടുള്ളത്.
ലിയകൂന ദാലിക, അത് പറയാണ് എന്തിനാണ് അങ്ങനെ ചെയ്തത്? അഖ്റബ ഇലാ തൻസീലിൽ മഅഖൂലി മൻസിലത്തുൽ മശ്ഹൂദി ബിൽ ഹിസ്, ഒരാൾ അവന്റെ ജീവിതത്തിൽ അനുഭവിച്ചറിയുന്ന മനസ്സിലാക്കുന്ന രീതിയിൽ അതിനോട് അടുപ്പം തോന്നുന്ന രീതിയിലാണ് ഇതിന്റെ തർത്തീബ് കൊടുത്തിട്ടുള്ളത്. അതായത് ഒരാളുടെ ജീവിതത്തിൽ അള്ളാഹുമായിട്ടുള്ള ബന്ധം അവൻ അനുഭവിക്കുന്ന ആ രീതിയിൽ തന്നെയാണ് ഇതിന്റെ ഓർഡർ കൊടുത്തിട്ടുള്ളത്. ഫയകൂന തസ്ദീഖു ബിഹി അറ്റം, എന്തിനാണ് അത് ചെയ്തിട്ടുള്ളത്? ഈ ഓരോ മഖാമിനെയും സത്യപ്പെടുത്തുന്നതിന്റെ പരിപൂർണമാകാൻ വേണ്ടിയിട്ട്. ഇതിന്റെ ഓരോ കാര്യം പറയുമ്പോഴും നമുക്ക് തോന്നും നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്താൽ മതിയായിരുന്നല്ലോ ഇന്ന സന്ദർഭത്തിൽ എന്ന് തീർച്ചയായിട്ടും തോന്നുന്ന കാര്യം. അപ്പോൾ അങ്ങനെ സത്യപ്പെടുത്താൻ വേണ്ടി, വമഅരിഫതുഹു അക്മൽ, അത് മനസ്സിലാക്കൽ പരിപൂർണമാകാൻ വേണ്ടി, വവബ്തുഹു അസ്ഹൽ, അതിനെ ഉൾക്കൊള്ളാനും അതിനെ ഉറപ്പിക്കാനും അത് എളുപ്പത്തിൽ അത് ഉറക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു രീതിയിലാണ് നാം അത് ചെയ്തിട്ടുള്ളത് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പറയാം. അഥവാ ഈ വരുന്ന ഈ മനാസിലുകളും മഖാമാത്തുകളെല്ലാം അതിനെ ഓർഡർ ആക്കിയിട്ടുള്ള രീതി, മുൻഗാമികൾ ഓരോന്ന് പറയും, അതിന് വിശദീകരിക്കും, അതിന്റെ കാര്യം എഴുതും, അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ, കൃത്യമായൊരു തർത്തീബ് പാലിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇബ്നുൽ ഖയ്യിം ഈ കിതാബിൽ തർത്തീബ് എഴുതിയിട്ടുള്ളത് ഖുർആനിലും സുന്നത്തിലും പരാമർശിക്കപ്പെട്ടിട്ടുള്ള മനാസിലുകൾ അതെന്താണോ അതിനെ എഴുതുകയും അത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ അനുഭവിക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അനുഭവിച്ചിട്ടുള്ള അറിഞ്ഞിട്ടുള്ള ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ഓർഡറിലാണ്, ഒരു തർത്തീബിലാണ് ഈ കിതാബ് എഴുതിയിട്ടുള്ളത് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ അറിയിക്കുകയാണ്. ഇനി ഇതിനു ശേഷം ഇതെല്ലാം ഈ ഒരു കിതാബിലേക്കുള്ള ഒരു ആമുഖമായിട്ടുള്ള ഫസ്ലുകളായിരുന്നു. ഇനി ഓരോ മഞ്ജിലത്തുകളായിട്ട് ഇതിന്റെ തുടക്കത്തിൽ മഞ്ജിലത്തുൽ യഖ്വത്ത് മുതൽ അവിടുന്ന് തുടങ്ങിയിട്ട് പിന്നെ അൽ ഫിക്റത്തു, അൽ ബസീറ, അൽ മുഹാസബ, തൗബ, അൽ ഇനാബ, തദക്കുർ, അങ്ങനെ പറഞ്ഞുകൊണ്ട് അവസാനമാണ് തൗഹീദിന്റെ ആ പൂർത്തീകരണത്തിന്റെ യഥാർത്ഥ തൗഹീദിന്റെ ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള തൗഹീദിന്റെ അവസാനത്തെ മർത്തബ പറയുന്നത്. ഇക്സീറിൽ ഇങ്ങനെയാണ്. മദാരിജ് സാലിക്കീനിൽ ഈ യഖ്വത്തിന്റെ മുമ്പ് തന്നെ ചില മഖാമുകളും പിന്നെ ഇതിന് പുറമെ കുറച്ചുകൂടി മഖാമുകളും മദാരിജ് സാലിക്കീനിൽ പരാമർശിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകിയാൽ നമുക്ക് ബാക്കി വായിക്കാം. അപ്പോൾ മനസ്സിലാകാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ, എല്ലാവരുമല്ല, ചില ആളുകൾക്കെങ്കിലും മനസ്സിലാകാൻ ബുദ്ധിമുട്ടുണ്ടാകും, സ്വാഭാവികമാണ്. അത് പിന്നെ നിങ്ങളുടെ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് ഇത് മനസ്സിലാക്കാനുള്ള യോഗ്യത ഇല്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല. കാരണം ഇത് അങ്ങനത്തെ ഒരു കിതാബാണ്. വളരെയധികം ഒന്ന് അറബി ഭാഷ പഠിച്ച് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് വായിക്കേണ്ട ഒരു കിതാബാണിത്. അതിന് പുറമെ ഇബ്നുൽ ഖയ്യിമിന്റെ ബാക്കിയുള്ള കിതാബുകൾ വായിച്ചതിന് ശേഷമേ മദാരിജ് സാലിക്ക് പോലെ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ കുറെ ബുദ്ധിമുട്ടുണ്ടാവും ചിലപ്പോൾ മനസ്സിലാക്കാൻ. അപ്പോൾ ഒരു വട്ടം കേട്ട് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും കേൾക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ വീണ്ടും കേൾക്കുക. അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാവും. പിന്നെ കിതാബ് ഉണ്ടെങ്കിൽ അത് വായിച്ചിട്ടോ അല്ലെങ്കിൽ അതിന്റെ അർത്ഥങ്ങൾ എഴുതിയിട്ടോ അങ്ങനെയൊക്കെ വായിച്ചാൽ ഒന്നുകൂടി കൂടുതൽ അതിന്റെ ആശയത്തെ ഉൾക്കൊള്ളാൻ സാധിക്കും. കാരണം എന്തെന്ന് വെച്ചാൽ ഇത് നിലാമിയായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഇന്നതാണ്, നിസ്കാരത്തിന്റെ ഫർള് ഇത്രയാണ്, ചെറുത്ത് ഇത്രയാണ് എണ്ണി പഠിപ്പിച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇത് ഹാലാണ് ഇതിലുള്ളത്, ഒരാൾ അനുഭവിക്കേണ്ട കാര്യങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരാൾക്ക് വേദന എടുക്കുന്നുണ്ട്, ആ വേദന എങ്ങനെയാന്ന് വേറൊരാൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റൂലല്ലോ. എത്ര പറഞ്ഞു കൊടുത്താലും മറ്റേ എന്താവൂല, അത് മനസ്സിലാവൂല. അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങളായതുകൊണ്ടാണ് മനസ്സിലാക്കാൻ ചില ബുദ്ധിമുട്ടുകൾ. അത് ഇൻഷാ അല്ലാഹ് പിന്നെ വീണ്ടും വീണ്ടും കേൾക്കാൻ ശ്രമിക്കുക. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.